വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് വചനം ജഡമായി തീർന്ന ആ യേശുവിനെ തന്നെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം പറഞ്ഞ പിതാവേ, യേശുവേ, ഞങ്ങൾ അങ്ങയെ നോക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണമാകുന്ന അങ്ങയെ ഞങ്ങൾ നോക്കുന്നു കർത്താവേ. അതെ കർത്താവേ, അങ്ങയിലേക്ക് ഉറ്റുനോക്കുന്നവൻ സ്വാതന്ത്ര്യം പ്രാപിക്കും, അത് ചെയ്യുന്നതെല്ലാം അഭിവൃദ്ധിപ്പെടുന്നൊക്കെ ആ യാക്കോബ് 25 ഞങ്ങൾ വായിക്കുന്നുണ്ട്. അങ്ങയിലേക്ക് ഉറ്റുനോക്കുവാൻ, അങ്ങയെ തന്നെ സൂക്ഷിച്ച് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ആ യേശുവിനെ തന്നെ നോക്കുവാൻ, ശ്രദ്ധിച്ച് നോക്കുവാൻ. അതെ, പിതാവ് പറഞ്ഞതുപോലെ ബിഹോൾഡ് മൈ സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ്, ലിസൺ ടു ഹിം. അമരൂപമലയിലെ മത്തായി ഞങ്ങളത് വായിക്കുന്നുണ്ടല്ലോ കർത്താവേ. പിതാവ് ഞാൻ പ്രസാദിച്ച, എൻ്റെ ഉള്ളം പ്രസാദിച്ച എൻ്റെ പ്രിയപുത്രൻ, അവനെ ശ്രദ്ധിക്കുക. അത് കേൾക്കാൻ എനിക്ക് അങ്ങയെ ശ്രദ്ധിക്കണം. അങ്ങനെ ഞങ്ങളോട് പറയാനുള്ളത് എനിക്ക് കേൾക്കണം. മനുഷ്യൻ്റെ ശബ്ദമല്ല, അവിടുത്തെ ശബ്ദം കർത്താവേ. ആ സ്റ്റിൽ സ്മോൾ വോയിസ് ആയിട്ട് ഏരിയാവ് കേട്ടതുപോലെ കർത്താവേ, അവർ മൃദുസ്വരമായിട്ട് മന്ദമാരുതൻ്റെ ഒരു സ്വരം പോലെ കേട്ടതുപോലെ, എന്നാൽ അത് കാഹളധ്വനി പോലെ വ്യക്തമായിട്ട് കർത്താവേ ആ യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ് ദ്വീപിൽ കേട്ടതുപോലെ എന്താണ് ഞങ്ങളോട് അങ്ങ് പറയുന്നത് എന്നുള്ളൊരു വ്യക്തതയോടെ, കാഹളധ്വനിയുടെ ക്ലാരിറ്റിയോടെ ഇത് കേൾക്കുവാൻ കർത്താവേ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ കയ്യിൽ കളയുന്നത് പോലെ ഞങ്ങളെ തന്നെ തരുന്നു. വചനം കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവാകുന്ന അവിടുത്തെ വിരൽ വെച്ച് ഞങ്ങളുടെ ഹൃദയപലകമേൽ കർത്താവേ, ഞങ്ങളുടെ ആത്മാവിൽ അങ്ങ് എഴുതണം. ആ വചനം ഞങ്ങൾക്ക് ഒരു വെളിപ്പാടായിട്ട്, അനുഭവമായിട്ടായി മാറണം. കുറച്ച് അറിവ് സമ്പാദിച്ചവരായിട്ടല്ല, മറിച്ച് കർത്താവേ അങ്ങയെ തന്നെ അറിയുന്നവരായിട്ട്, സ്വീകരിപ്പിക്കുന്ന ഒരു ദേഹിയുള്ള ഒരു അറിവല്ല, ആത്മാവിൽ ആത്മമണവാളനായി അങ്ങയെ അറിയുന്ന ഒരു അറിവ്. അതെ, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെ, ജസ്റ്റ് കർത്താവേ ആ ഒരു not just knowing the word of God, but knowing the Lord through the word of God. അവിടുത്തെ വചനത്തെ എങ്ങനെയെങ്കിലും ഒന്ന് അറിയുന്നതല്ല, മറിച്ച് അങ്ങയെ തന്നെ വചനത്തിലൂടെ അറിയുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് വേണം അവിടെ വളരുന്നില്ല ഈശ്വരത്താവിൻ്റെ വലിയ മാതൃകയുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് 2 കൊരിന്ത്യർ 12 അധ്യായത്തിലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ പല രോഗങ്ങൾ വരുന്നു, അപകടങ്ങൾ വരുന്നു. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടുന്നില്ല, ഒരു A+ കുറഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പം കണ്ണിന് ചില പ്രയാസം വരുന്നു, ചിലർക്ക് കുഞ്ഞിൻ്റെ ചില ഛർദിയും പ്രയാസമൊക്കെ വരുന്നു, പനിയും, ചിലർ 11 kV ലൈനിലൊക്കെ തട്ടി വീഴുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള പല പ്രതിസന്ധികളും, പല ഡിഫിക്കൽട്ടീസ്. ഈ ദൈവം സർവജ്ഞനും സർവശക്തനും ഒക്കെ ആണെങ്കിൽ, എത്ര സ്നേഹവാനാണെങ്കിൽ എന്തിനാ ഈ ദുരിതവും പ്രയാസവും രോഗവും ഇതൊക്കെ അനുവദിക്കുന്നേ? ദൈവത്തിനങ്ങ് കാര്യങ്ങളൊക്കെ അങ്ങ് എളുപ്പമാക്കിയായിരുന്നെങ്കിൽ നമുക്കും എത്ര സന്തോഷമായിരുന്നു. ദൈവപിതാവാന്ന് പറയുന്നുണ്ട്, എന്നാൽ അടിക്കടി പ്രശ്നങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ, നമ്മളെ വേദനപ്പെടുത്തുന്ന, ഒരുപക്ഷെ നമുക്ക് വേറെ ആരോടും അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒക്കാത്ത തരത്തിലുള്ള ചില കുറ്റപ്പെടുത്തലുകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നു, ചില തെറ്റിദ്ധാരണകളിലൂടെ പോകേണ്ടി വരുന്നു, ചില ഒറ്റപ്പെടലുകൾ, ചില ഏകാന്തത. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തിനാ ദൈവം ഇതുപോലൊക്കെയുള്ള കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ അനുവദിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ നോക്കുമ്പോൾ ദൈവവചനത്തിന് വെളിച്ചത്തിൽ പറയുവാണെങ്കിൽ നമ്മളെ ബലഹീനനാക്കാൻ വേണ്ടിയാണ്. നമ്മളെ ബലഹീനനാക്കിയാലേ നമ്മൾ ബലവാനാവത്തുള്ളൂ. അതാണ് നമ്മളിപ്പോൾ 2 കൊരിന്ത്യർ 12 പൗലോസ് അപ്പോസ്തലന് അതിൻ്റെ ആ 10ാമത്തെ വാക്യത്തിൻ്റെ അവസാനം എന്താ വായിക്കുന്നേ? ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അത് എത്ര പാരഡോക്സാണ്. നമ്മുടെ ലോകത്തിലെ ആൾക്കാരോട് പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ട്, പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ പറയും. ഇവിടെ സൈക്യാട്രിസ്റ്റാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനാകുന്നതെന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയത്തിൽ നമ്മൾ ബലഹീനനാവുമ്പോഴാണ് നമുക്കൊരു ബലമില്ലാതെ, നമ്മൾ തന്നെ ഒരു ബലമില്ലാതെ, നമ്മൾ ജോർജ് ബേറിൻ്റെ പ്രയോഗത്തിൽ പറയുകയാണെങ്കിൽ നമ്മിൽ തന്നെ ഒരു ബലമില്ലാതെ എന്നുള്ളത്. ശരിക്കും നമുക്ക് എല്ലാവർക്കും നമ്മിൽ തന്നെ ഒരു ബലമുണ്ട്. അത് തകർക്കാൻ വേണ്ടി, അത് ശരിക്കും തകർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കത് ദോഷമാണ്, നമുക്കത് ഏറ്റവും തിന്മയാണ്, നമുക്കത് ഏറ്റവും തടസ്സമാണ്. ദൈവത്തിന് തൻ്റെ ജീവൻ നമ്മളിലേക്ക് പകരുവാനുള്ള ഏത് തടസ്സം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്വയബലമാണ്. അത് രക്ഷിക്കപ്പെട്ടപ്പോൾ
ഒരു ചെറിയ അളവിൽ തകർന്നു. ജഡമാകുന്ന തിരശ്ശീല, നമ്മളെ എബ്രായർ 10:19-20 വാക്യങ്ങൾ നമ്മളെപ്പോഴും പറയാം, ജഡമാകുന്ന തിരശ്ശീലയിൽ ഒരു ചെറിയൊരു സ്റ്റിച്ച് വിട്ടു എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വയബലത്തിലൊരു കർത്താവിന്റെ വചനത്തിന്റെ വാള് ചെറിയൊരു വിള്ളലുണ്ടാക്കി കർത്താവിന്റെ രക്തവും പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവിലേക്ക് വന്ന് കർത്താവിന്റെ രക്തം നമ്മളുടെ ആത്മാവ്, നമ്മളുടെ അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് അതുവരെ മരിച്ച അവസ്ഥയിലായിരുന്നു നമ്മുടെ ആത്മാവ്. നിങ്ങൾ പാപത്തിന്റെ അകൃത്യങ്ങളിലൊക്കെ മരിച്ചവരായിരുന്നു. Efesians 2:1 അതുവരെ മരിച്ചവരായിരുന്ന ആത്മമനുഷ്യന്റെ അകക്കണ്ണുകൾ, ആത്മമനുഷ്യന്റെ കണ്ണുകളാകുന്ന മനസാക്ഷിയെ കർത്താവിന്റെ രക്തം ശുദ്ധമാക്കുന്നു. പരിശുദ്ധാത്മാവ് ഇപ്പൊ നമ്മളൊരു ചെറിയൊരു വിള്ളലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂര്യപ്രകാശം അതിലേക്കൂടെ റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്നെന്ന് പറയുന്നത് വരെ ആ ജഡമാകുന്ന തിരശ്ശീലയുടെ ഒരു വിള്ളലിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നമുക്ക് ജീവനുണ്ടായി. പിന്നെ ആ ജീവനുണ്ടായ അതിൽ തന്നെ നിൽക്കാനുണ്ട്, സമൃദ്ധമായിട്ട് ജീവൻ ഉണ്ടാകണം. അതാ കർത്താവ് യോഹന്നാൻ 10:10 ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായിട്ട് ജീവൻ ഉണ്ടാകണം. ആ ജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്വഭാവമാണ് ആ ജീവൻ, ആദ്യം അന്തമില്ലാത്ത ജീവൻ. അയോണിയോസ് സോയെ എന്ന് പറഞ്ഞൊരു വാക്ക് ഇറ്റേണൽ ലൈഫ്. അയോണിയോസ് എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ, അയോണിയോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ആദിയില്ല അന്തമില്ല. ആദിയില്ല അന്തമില്ലാത്ത ജീവൻ എന്താ? ആരുടെ ജീവനാണ്? നമ്മളിപ്പോഴും സംഘം പലപ്പോഴും കേട്ടിട്ടുള്ളത് ദൈവത്തിന്റെ ജീവനാണ്. ആ ജീവൻ, ദൈവത്തിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അതൊരു അഴിയാത്ത ജീവനാണെന്നൊക്കെ നമ്മൾ ആ എബ്രായർ 7:16 നമ്മൾ കഴിഞ്ഞ ആഴ്ചയും വായിച്ചായിരുന്നല്ലോ. നമുക്ക് ആ വാക്യം ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് എബ്രായർ അഴിയാത്ത ജീവൻ, ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ്. അതായത് ഏത് സാഹചര്യങ്ങൾ വന്നാലും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തിൽ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സാഹചര്യങ്ങളോ പ്രശ്നങ്ങളോ ഇതൊക്കെ വന്നാലും ഒരു കുലുക്കമില്ലാത്ത ഒരു ജീവൻ. അതാ എബ്രായർ 9 അത് നിങ്ങൾ ആരെങ്കിലും അടയാളപ്പെടുത്താതിരിപ്പുണ്ടെങ്കിൽ എബ്രായർ 7:16 മലയാളത്തിൽ 15, ഇംഗ്ലീഷിൽ 16. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്തിലല്ല, അഴിഞ്ഞു പോകാത്ത ജീവൻ, ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ. അത് യേശുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവിന്റെ ജീവനെ കുറിച്ച് പറയുന്നത് ദ പവർ ഓഫ് എൻ ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ്, അഴിഞ്ഞു പോകാത്ത ജീവൻ. ആ ജീവന്റെ ശക്തിയാൽ അങ്ങനെയാണ് അത് ഇൻഡിസ്ട്രക്റ്റബിൾ, അഴിഞ്ഞു പോകാത്ത എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രതികൂലമൊക്കെ വരുമ്പോൾ ദൈവത്തിന് എന്നോട് സ്നേഹമില്ല, ദൈവം എന്നെ കൈവിട്ടു, ആർക്കും എന്നെ മനസ്സിലാക്കാനൊക്കത്തില്ല, അല്ലെങ്കിലും ഈ ദൈവം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആൾക്കാരെന്തൊക്കെയോ പറഞ്ഞ് ഇതൊക്കെ ദൈവത്തെ വിളിച്ചിട്ടാണ്, എന്നിട്ട് എന്തായി, എനിക്കിപ്പോൾ ഈ പ്രയാസമല്ലേ, ഈ ഒരു പ്രതികൂലമല്ലേ, അങ്ങനെയൊക്കെ ഒരു പരാതിയുടെ പിറുപിറുപ്പിന്റെ ഒരു ജഡത്തിന്റെ ഒരു നാറ്റമാണ് നമ്മുടെ ജഡത്തിൽ നിന്ന് ഉണ്ടാകാനുള്ള ഒരു സ്വാഭാവിക പ്രതികരണം. ഇന്ന് പല പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ വരുമ്പോൾ ഇവിടെ 2 കൊരിന്ത്യർ 12 പൗലോസിന് ജഡത്തിൽ ഒരു ശൂലം ലഭിച്ച കാര്യമാണ് പറയുന്നത്. നിൻ സ്വരൂപത്തോട് തന്നെ അനുരൂപമാക്കുവാൻ രോഗമാകുന്ന ദൂതനെ അയച്ച കാര്യം നമ്മളിപ്പോൾ ആ പാട്ടില് 99ാമത്തെ പാട്ടില് ആകർഷിക്കാൻ പ്രിയ രക്ഷക എന്നെ രക്ഷിപ്പാൻ ഉന്നതം കിട്ടുന്നുള്ള ഹാനിജി ക്രോസ്റ്റിലെ പാട്ടിന്റെ മലയാളം പരിഭാഷ നമ്മൾ പാടിയത്. അപ്പൊ ആ ഒരു ചില രോഗമാകുന്ന ദൂതൻ, അത് സാത്താന്റെ ദൂതൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നേ. എന്നാൽ ദൈവം അയച്ചു, ദൈവം അനുവദിച്ചു എന്നുള്ളൊരു കാര്യം, ദൈവം അനുവദിച്ചു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. ഇവിടെ 2 കൊരിന്ത്യർ 12 അവിടെ കൊരിന്ത്യരോട് എഴുതുമ്പോൾ കൊരിന്ത്യർക്ക് പൗലോസിന്റെ ആ അപ്പോസ്തലത്വത്തെ കുറിച്ചൊന്നും അത്ര ഒരു മതിപ്പും കാര്യങ്ങളൊക്കെ വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് തന്റെ അപ്പോസ്തലത്തെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഡിഫെൻഡ് ചെയ്ത് പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാ? ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാറില്ല, അവർക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടി അവര് അങ്ങനെയാണെങ്കിൽ അവർക്കത് ആത്മീയ വളർച്ചയ്ക്ക് അത് ഉതകത്തുള്ളൂ എന്നുള്ള വിചാരിച്ച് പൗലോസ് പറയുക, ഞാൻ പ്രശംസിക്കുന്നതിനാൽ 12-1 വാക്യം പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും എനിക്ക് ഈ കാര്യങ്ങളൊന്നും പറയണമെന്ന് ആഗ്രഹമില്ല. അവിടെ 3-ാം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്ന വലിയ വെളിപ്പാടിനെ കുറിച്ചൊക്കെ പറയുക, വെളിപ്പാടുകളുടെ ആധിക്യത്തെ കുറിച്ചൊക്കെ പറയുക. എനിക്കിതിനെ പറയാൻ എനിക്ക് ഇഷ്ടമുള്ള ടെസ്റ്റിമണി അല്ല. എന്നാലും പൗലോസ് പറയുക, പരിശുദ്ധാത്മാവ് എന്നെ ഇതൊന്ന് പറയണം എന്നങ്ങ് നിർബന്ധിക്കുക, അതുകൊണ്ട് ഞാനങ്ങ് എഴുതുക. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും ആവശ്യമായിരിക്കുന്നു. ഇറ്റ് ഇസ് നെസസറി, ബോസ്റ്റിംഗ് ഇസ് നെസസറി. ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയണം, നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളത് വാല്യൂ ചെയ്യണം. നോ പ്രോഫിറ്റ് ഇസ് റെസ്പെക്റ്റഡ് ഇൻ ഹിസ് ഓൺ ഹോം ടൗൺ. സ്വന്തം ഗൃഹത്തിൽ ഒരു പ്രവാചകൻ മാനിക്കപ്പെടുന്നത് പറഞ്ഞ പോലെ പൗലോസിനെ അവർക്ക് അത്ര ഒരു മതിപ്പില്ലായിരുന്നു. അപ്പം പൗലോസ് അവരുടെ നന്മയ്ക്ക് വേണ്ടി, ഞാൻ നിങ്ങളെ തിരുത്തുമ്പോൾ ഞാൻ ദൈവത്തിന്റെ അധികാരത്തോടെ തിരുത്തുന്നതെന്നുള്ള കാര്യമൊക്കെ പറയാൻ വേണ്ടി പറയുക, അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപാടുകളെയും കുറിച്ച് പറയുവാൻ പോവുക. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അത് ഞാനാണെന്നങ്ങ് പറയുന്നില്ല, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ, എനിക്ക് ഒരാളെ അറിയാം എന്ന് പറഞ്ഞങ്ങ് പറയുക. അത് പൗലോസാണെന്ന് തന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാവും.
പരിശുദ്ധാത്മാവ് അങ്ങനെ ആ ഒരു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധത്താൽ അതുപോലെ പരിശുദ്ധാത്മാവ് ശ്വസിച്ചതായി ഒരു വചനം. അപ്പം പൗലോസിന് അങ്ങനെ എഴുതണമെന്നൊരു ആഗ്രഹമില്ല. നിങ്ങൾ എന്നെക്കാട്ടി ഞാൻ ഉള്ളതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ എന്നെക്കുറിച്ച് നിരൂപിക്കരുത്. ഇതിന്റെ 6ാമത്തെ വാക്യം നോക്കുവാണെങ്കിൽ 6ാമത്തെ വാക്യത്തിന്റെ അവസാനം എങ്കിലും എന്നെ കാണുന്നതിലും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിലും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. വെച്ചാൽ നിങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തോ ആത്മീയനാണെന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു പോകരുത്. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് തന്നെ വീണ്ടും താഴ്ത്താനാണ്. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിർബന്ധം ഉള്ളതുകൊണ്ട് പൗലോസ് ഒന്ന് ഒരു സൂചന നൽകി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ തന്നെ അനുവാദമില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യന്, 2ാമത്തെ വാക്യം, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവർ 14 സംവത്സരം മുമ്പേ, 14 വർഷം മുമ്പേ കാര്യം ഇപ്പോഴാണ് ടെസ്റ്റിമെന്റ് പറയുന്നു. നമ്മുടെ കണ്ടാണെങ്കിൽ അടുത്ത മീറ്റിംഗ് തന്നെ ഞാനങ്ങ് എടുക്കപ്പെട്ടു, അങ്ങനെയാണ് ഇത് കണ്ടു. അപ്പൊ അത് ഇന്ന് പലരും ഇന്ന് യൂട്യൂബിലൊക്കെ ഇന്റർനെറ്റിലൊക്കെ പലരും സ്വർഗത്തിൽ പോയി വന്നു, എന്തോ പിക്നിക്ക് പോയി വന്നതുപോലെയുള്ള സാക്ഷ്യങ്ങളും ദർശനങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സൈക്കോന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ അത് പറയുമ്പം തന്നെ നമുക്കറിയാം അത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതല്ല എന്നുള്ളൊരു കാര്യം. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ പോയിട്ടുള്ള ഒരാൾ പറയുന്നത് അവിടെ ഉള്ള കാര്യം പറയാൻ അനുവാദമില്ലെന്നാണ്. അപ്പൊ ഇവരൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അധികം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയും ചില സ്വപ്നം കണ്ടതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരായിട്ട് ഇതുപോലെ എന്തോ ഒരു പുസ്തകം എഴുതിയൊരു മനുഷ്യൻ പിന്നീട് അത് താൻ വെറുതെ എഴുതിയതാന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്തിട്ടുള്ള എന്തോ ഒക്കെ ഒരു ഇതൊക്കെ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ അറിയുന്നു. 14 സംവത്സരം മുമ്പേ 3ാം സ്വർഗത്തോളം 3 സ്വർഗങ്ങളുണ്ടെന്നുള്ള ഒരു വചനത്തിലെ ഒരു സൂചന നമ്മൾ അവിടെ കാണുന്നത്. 1ാം സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പ്രപഞ്ചത്തെ 1ാം സ്വർഗം എന്ന് ബൈബിളിൽ വിളിക്കുന്നത്. നമ്മള് 19ാം സങ്കീർത്തനത്തിന്റെ 1ാമത്തെ വാക്യത്തിലും 8ാം സങ്കീർത്തനത്തിന്റെ 3ാമത്തെ വാക്യത്തിലും ഒക്കെ സ്വർഗം, ആകാശം എന്ന മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പലയിടത്തും എന്നാൽ സ്വർഗം എന്ന് ഷമായി എന്ന് പറയുന്ന ഒരു എബ്രായ പദം, അത് സ്വർഗം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ്. അത് നമ്മൾ കാണുന്ന ഒരു പ്രപഞ്ചത്തെ, നമ്മുടെ ആകാശവും സൗരഗോളങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന അത് 1ാം സ്വർഗം എന്ന് പറയുന്നു. പിന്നെ 3ാം സ്വർഗമാണ് പർദീസ എന്ന് നമ്മൾ ഈ 2 കൊരിന്ത്യർ 12-ന്റെ 2-4 വാക്യം നമ്മൾ നോക്കുമ്പോൾ 3ാം സ്വർഗത്തോടെ എടുക്കപ്പെട്ടു, അതിന്റെ പർദീസയോളം എടുക്കപ്പെട്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അത് സങ്കീർത്തനം 8-3 മറ്റേ ആ ഒരു നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും എന്ന് പറയുമ്പോൾ അവിടെ സ്വർഗത്തെയും, ഹെവൻസ് എന്ന ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതാണ് 1ാം സ്വർഗമായിട്ട്, സ്വർഗം എന്നുള്ള വാക്ക് 1ാം സ്വർഗത്തെ നമ്മൾ കാണുന്ന പ്രപഞ്ചം, വിസിബിൾ യൂണിവേഴ്സ്. പിന്നെ 3ാം സ്വർഗമാണ് പർദീസ എന്ന് 2ാമത്തെ വാക്യത്തിലും 4ാമത്തെ വാക്യം കൂടെ നോക്കുമ്പോൾ ആ 3ാം സ്വർഗമാണ് പർദീസ. 3ാം സ്വർഗത്തോടെ എടുക്കപ്പെട്ടു എന്ന് 2ാമത്തെ വാക്യത്തിൽ പറയുന്നു, പർദീസയോടെ എടുക്കപ്പെട്ടു എന്ന് 4ാമത്തെ വാക്യത്തിൽ പറയുന്നു. മലയാളത്തിൽ 3ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ 4ാമത്തെ വാക്യത്തിൽ പറയുന്നു. അപ്പോൾ അതാണ് 3ാം സ്വർഗമാണ് പർദീസ എന്ന് വെച്ചാൽ ദൈവം ഇരിക്കുന്ന ദൈവം സ്വർഗസിംഹാസനമുള്ള ആ ഇടം. അതിന് 2 ഇടയിലാണ് 2ാം സ്വർഗം, സാത്താന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് 1ാം സ്വർഗത്തിന്റെയും 3ാം സ്വർഗത്തിന്റെ ഇടയിൽ, 2ാം സ്വർഗത്തിൽ അവിടെ ഈ വിസിബിൾ യൂണിവേഴ്സിന്റെ സ്വർഗസിംഹാസനത്തിന്റെ ഇടയിൽ എവിടെയോ ആണ് 2ാം സ്വർഗം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അന്ത്യവിജയം പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. അപ്പം ആ പർദീസയോടെ എടുക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ പൗലോസിന്റെ ആ ജഡത്തിലെ ശൂലത്തിന്റെ കാര്യം, അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന് വായിക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പം പറയാം 14 സംവത്സരം മുമ്പേ 2ാമത്തെ വാക്യത്തിൽ 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു, ആ മനുഷ്യൻ പർദീസയോടെ എടുക്കപ്പെട്ടു. ആ മനുഷ്യൻ എന്നാ പറയുന്നത്, അതിട്ട് പറയാം ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു, മനുഷ്യൻ ഉച്ചരിക്കാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ ഞാൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അത് പറയാൻ അനുവാദമില്ല. മാൻ ഈസ് നോട്ട് പെർമിറ്റഡ് ടു സ്പീക്ക് എന്ന ഇൻഎക്സ്പ്രസിബിൾ വേർഡ്സ്. അതുപോലെ ഒരു സ്വർഗീയമായ ഒരു സന്തോഷം. അത് നമ്മൾ അപ്പോസ്തലന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ത്രൂ ദ ബൈബിളിലെ സാധ്യത പറയുന്നുണ്ട്. ഈ ഒരു കാലയളവും പൗലോസ് 14 വർഷം മുമ്പെന്ന് പറയുന്ന കാലയളവും അപ്പോസ്തലന്മാരുടെ സീരീസ് വിമൻസും ഒക്കെ നോക്കുമ്പോൾ പൗലോസ് ഒരിടത്ത് വല്ലാതെ പീഡിപ്പിക്കപ്പെട്ട്, അപ്പോസ്തലന്മാർ 14 അധ്യായത്തിലൊക്കെ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ട് നഗരവാതിൽക്കലേക്ക് അവൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് ബോഡിയെ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു, അതുപോലെ ഇഞ്ചുറീസ് ഒക്കെ ദേഹം മൊത്തവും അതുപോലൊക്കെ പാടുകളും വ്രണങ്ങളും ഒക്കെ ഉള്ള ആ ഒരു സമയത്തായിരിക്കണം ആ 14 വർഷം എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിനുശേഷം ആയിരിക്കണം ദൈവം പൗലോസിന് ഒരു എൻകറേജ്മെന്റ് ആയിട്ട് ഒരു ട്രിപ്പ് ടു ഹെവൻ, നമ്മള് ഒരു ഫ്രീ ട്രിപ്പ് ടു സ്വിറ്റ്സർലൻഡ് എന്നോ അല്ലെങ്കിൽ ഇവിടെ അയർലൻഡ് എന്നോ അതുപോലെയൊക്കെ പറയുന്നത് പോലെ US എന്നൊക്കെ പറയുന്നത് പോലെ പൗലോസ് തന്റെ ദൈവം തന്നെ ദാസനായ പൗലോസിനെ ഒന്ന് മാനിക്കാനായിട്ട് ഒന്നുകൂടെ ശക്തിപ്പെടുത്താനായിട്ട് സ്വർഗത്തിലേക്ക് എടുക്കുന്ന ഒരു കാര്യമൊക്കെയാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇപ്പം
ഉച്ചരിക്കാൻ പാടില്ലാത്തതൊക്കെ അത് ഞാൻ അങ്ങനെ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുക. എന്നെക്കുറിച്ച് എൻ്റെ സ്വയമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചല്ല, ആ ഒരു ആത്മമനുഷ്യനെ കുറിച്ച് 4-ാമത്തെ വാക്യം അല്ല 5-ാമത്തെ വാക്യം, അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെക്കുറിച്ചും എൻ്റെ ബലഹീനതകളിൽ അല്ലാതെ എൻ്റെ ബലഹീനതകൾ, എനിക്ക് പ്രശംസിക്കാനാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രശംസിക്കാൻ, പക്ഷെ ഞാൻ അതിലൊന്നും അല്ല പ്രശംസിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ പ്രശംസിക്കാൻ വിചാരിച്ചാലും മൂടനാകുകയില്ല, സത്യമല്ലോ പറയുന്നത്. 6-ാമത്തെ വാക്യം, എങ്കിലും എന്നെ കാണുന്നതിലും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിലും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കുന്നു എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, റിഫ്രെയിൻ. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. പ്രശംസിക്കാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു, എന്നാൽ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് പ്രശംസിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ പ്രശംസിക്കുന്ന കാര്യങ്ങൾ, ബുദ്ധിമുട്ടോ ഉപദ്രവം, ഞെരുക്കം, കയ്യേറ്റം, ബലഹീനത, അതൊക്കെയാണ് എനിക്ക് പ്രശംസിക്കാനുള്ള കാര്യങ്ങൾ. ബാക്കി പല കാര്യങ്ങൾ വേണമെങ്കിൽ ജഡപ്രകാരം വേണമെങ്കിൽ പറയാമെന്ന് ഞാനത് പരിശുദ്ധാത്മ നിർബന്ധത്തിൽ ഒന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അടങ്ങുക. അത് കഴിഞ്ഞിട്ട് വെളിപാടുകളുടെ ആധിക്യത്താൽ 7-ാമത്തെ വാക്യം, ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ. ആ ഒരു പ്രയോഗം എത്ര തവണയുണ്ട് ആ വാക്യത്തിൽ തന്നെ? ആ 7-ാമത്തെ വാക്യം നോക്കിയോ? 7-ാമത്തെ വാക്യത്തിൽ എത്ര തവണയുണ്ട്? കീപ് മീ ഫ്രം എക്സോൾട്ടിങ് മൈ സെൽഫ്. 2 തവണ ആ ഒരേ ഒരു വാക്യത്തിൽ തന്നെ പറയുക. അതായത് അന്ന് ഏറ്റവും കൃപ ലഭിച്ച ഒരു അപ്പോസ്തലനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. പറയുമ്പോൾ താഴ്മയുള്ളൊക്കെ കൃപ ലഭിക്കുന്നേ. യാക്കോബ് 4:6, 1 പത്രോസ് 5:5. അപ്പം ഏറ്റവും താഴ്മയുള്ള ഒരു അപ്പോസ്തലനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അപ്പൊ അത്രയും താഴ്മയുള്ള അപ്പോസ്തലനാണ്. എന്നാൽ ഇത്രയും സ്വർഗത്തിലെ വലിയ വെളിപാടുകളൊക്കെ കിട്ടി എന്ന ഒരു താൻ എന്തോ മെച്ചമാണെന്നുള്ളൊരു ചിന്ത, ഒരു പ്രൗഡായിട്ടുള്ള ഒരു ചിന്ത, തന്നെ ഒന്ന് ഉയർത്തുന്ന രീതിയിൽ ഒരു ചിന്ത പോലും വരരുത് എൻ്റെ ദാസന്, എൻ്റെ മകനെന്ന വലിയ നിർബന്ധമുണ്ട്. വലിയ അസൂയയോടെ തൻ്റെ ദാസനെ, അതുപോലെ പിതാവ് സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ്, അതുകൊണ്ട് നിഗളിച്ചു പോകരുത്. നിഗളിച്ചു പോയാൽ പിന്നെ ഞാൻ പൗലോസിനെ ഇത്രയൊക്കെ മെരുക്കി ഉരുവാക്കിയെടുത്ത് തന്റെ മാനപാത്രമായിട്ട് ഇനിയും ഒത്തിരി ഉപയോഗിക്കാനുള്ളതാ, ഇനിയും ഒത്തിരി ലേഖനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എഴുതാനുള്ളതാ, ഇനിയും സഭകൾ സ്ഥാപിക്കാനും ഇനിയും ഒത്തിരി വചനം പ്രഘോഷിക്കാനൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുത്തു. അതായി പറയുന്നത്. അത് സാത്താൻ മുഖാന്തരം ഗിഫ്റ്റ് കൊടുക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. അതാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ചിലപ്പോൾ സാത്താനിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിരിക്കും, നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്ന നമ്മുടെ ശാരീരികമായിട്ട് ചില ബലഹീനതകളോ കാര്യങ്ങളോ ആയിരിക്കാം, ചില പ്രശ്നങ്ങളോ സാഹചര്യങ്ങൾ ദൈവം അനുവദിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം. ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും അത് വെളിപാടുകൾ അധികത ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തോൺ ഇൻ ദ ഫ്ലഷ് തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് പിന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അതെന്നെ വിട്ടു നീങ്ങേണ്ടത് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. 3 വട്ടം അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ഉത്തരം ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നവരെ അപേക്ഷിച്ചു എന്നുള്ളത്. 3-ാമത്തെ വട്ടം കർത്താവിന്റെ ഉത്തരം കിട്ടി. 30-ാമത്തെ വട്ടം അത് കർത്താവ് പറഞ്ഞെങ്കിൽ 30 വട്ടം തന്നെ അപേക്ഷിച്ചതിന് എന്ന 3 വട്ടം. അപ്പൊ അവൻ എന്നോട് എന്താ പറഞ്ഞു? എന്റെ കൃപ നിനക്ക് മതി. 9-ാമത്തെ വാക്യം, എന്റെ കൃപ, മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. അത് കഴിഞ്ഞിട്ട് പറയുക എന്റെ ശക്തി. അവിടെ എന്റെ ശക്തി ഇംഗ്ലീഷിൽ NASBയിലെ എന്റെ എന്നുള്ളതിന് വിഴുങ്ങിയിട്ടുണ്ട്. പലപ്പോഴും മലയാളത്തിലെ പലതും വിഴുങ്ങപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ NASBയില് ഞാനിപ്പോ NASB സാധാരണ വളരെ ലിറ്ററൽ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് എന്താ മൈ പവർന്ന് എഴുതിയിട്ടില്ല, പവർന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പം അത് ഞാനത് നോക്കിയപ്പം ചില മാനുസ്ക്രിപ്റ്റുകളിൽ മൈന്നില്ല, എൻ്റെ എന്നുള്ള വാക്ക് 3 ഒരു ഗ്രീക്ക് പദമാണ്. ചില മാനുസ്ക്രിപ്റ്റുകളിൽ, എന്നാൽ ചില മാനുസ്ക്രിപ്റ്റുകളിലുണ്ട്. അതുകൊണ്ട് മലയാളം പരിഭാഷപ്പെടുത്ത ആ മാനുസ്ക്രിപ്റ്റുകളിൽ നിന്നായതുകൊണ്ട് എൻ്റെ ശക്തി. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ശക്തി ഉണ്ട് അവിടെ. എൻ്റെ ഇല്ലെങ്കിൽ പോലും എൻ്റെ ശക്തി എന്നുള്ള കാര്യം അവിടെ എവിഡന്റ് ആണ്. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ ഒരു പരിഭാഷയുടെ മൈ പവർ. ഞാനിപ്പോൾ എൻ്റെ NASBയിൽ അവിടെ ഒരു ആരോ ഇട്ടിട്ട് മൈ എന്ന് ഞാൻ അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. മൈ പവർ, അതിൻ്റെ ശക്തി. എൻ്റെ ശക്തി എവിടെ തെളിഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ അത് ബലഹീനതയിലാണ് തെളിഞ്ഞു വരുന്നത്. കർത്താവിന് തൻ്റെ ശക്തി, തൻ്റെ കൃപ, തൻ്റെ ജീവൻ നമ്മളിൽ, കർത്താവിൻ്റെ ജീവൻ എന്ന് പറയുമ്പോൾ ആ ജീവന്റെ ഫലം, പരിശുദ്ധാത്മാവിന്റെ ജീവന്റെ ഫലമാണ് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ. അപ്പൊ ആ കർത്താവിന്റെ ആ സകല ബുദ്ധിയും കവിന സ്വർഗീയ സമാധാനവും ഒക്കെ നമ്മളിലേക്ക് അധികമായിട്ട് നിറയ്ക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. അധികമായിട്ട് കർത്താവിന്റെ സ്നേഹം, ബാക്കി ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുന്നൊരു സ്നേഹം നമുക്ക് തരണം. അധികമായിട്ടുള്ളൊരു സന്തോഷം, നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്വർഗീയമായിട്ടുള്ളൊരു സന്തോഷം. ഓ ദ പ്യുവർ ഡിലൈറ്റ് ഓഫ് എ സിംഗിൾ അവർ ദാറ്റ് ബിഫോർ ദൈ ത്രോൺ ഐ സ്പെൻഡ് നമ്മൾ പാട്ടിൽ പാടി, അനിജി ക്രോസ്ബിയുടെ പാട്ടിൽ
അവിടുത്തെ സ്വർഗസിംഹാസന മുമ്പാകെ മുട്ടുമടക്കുന്ന കർത്താവ് ഒരു പ്യോർ ഡിലൈറ്റ്, ആ ഒരു നാഴിക നേരത്തിന്റെ ആ ഒരു സന്തോഷം, കർത്താവിന്റെ സന്നിധിയിലുള്ള സന്തോഷത്തിന്റെ പൂർണ്ണതയെ കുറിച്ചൊക്കെ സങ്കീർത്തനം 16:11 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ സ്വർഗീയമായിട്ടുള്ളൊരു സന്തോഷം, അതെല്ലാം കർത്താവിന്റെ ആ ജീവൻ, ആ ജീവനിലുള്ളതാണ് സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും പരോപകാരവും ദയയും വിശ്വാസവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയും ഒക്കെ. ഞാൻ എന്തൊക്കെയാ പറഞ്ഞേ? നമ്മുടെ ഇതിനകത്ത് 5:22-23 വാക്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന്റെ കാര്യം പറഞ്ഞതാ. ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ. ഇതൊക്കെ നമുക്ക് ഇന്ദ്രിയജയം തരണം, നമുക്ക് സൗമ്യത തരണം, നമുക്ക് കർത്താവിന്റെ ദയ, കർത്താവിന്റെ ആ ഒരു പരോപകാരം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി, അതെല്ലാം നമ്മൾ അധികമായി തന്നെ ചൊരിയണമെന്ന് കർത്താവിന് വലിയ ആഗ്രഹമാണ്. ആ കൃപ, ആ ശക്തി, ആ ജീവൻ നമ്മളിലേക്ക്. പക്ഷെ എപ്പോഴാണ് അത് പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നീ എപ്പോഴും ബലഹീനനായിട്ട്, നീ ഒരു സീറോ ആയിട്ട്, നീ ഒരു ഏതുമില്ല, ഐ എം എ നോബഡി. അത് അതിന്റെ തൊട്ടടുത്ത വാക്യം 11-ാമത്തെ വാക്യത്തില് അവിടെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഏതുമില്ല എങ്കിലും. അതിന്റെ മൊത്തം വാക്യം വായിക്കുവാണെങ്കിൽ, ഞാൻ മൂടനായി പോയി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പം ഞാൻ മൂടനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് പരിശുദ്ധാത്മന്റെ നിർബന്ധത്തിൽ ഞാനത് പറഞ്ഞതാ, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു, ഞാൻ ഏതുമില്ല എങ്കിലും അതേ ശ്രേഷ്ഠതയുടെ അപ്പോസ്തലന്മാരെ ഒട്ടും കുറഞ്ഞവനല്ല, എനിക്കിത് ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ഐ എം എ നോബഡി, ഐ എം എ സീറോ. നമ്മള് സാഗ്ബറിന്റെ ആ ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. സീറോ എന്നുള്ള ആ ഒരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് പല ചെറുപ്പക്കാരെ പിടിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ പഠിത്തവും നമ്മുടെ ഡിഗ്രിയോ നമ്മുടെ പാരമ്പര്യങ്ങളോ നമ്മളുടെ പണവും നമ്മളുടെ ആരോഗ്യവും എല്ലാം എന്തൊക്കെയാണോ, ഇത് എല്ലാം കൂടെ കാറ്റഗറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ പണം, മനുഷ്യമാനം, ലോകത്തിൻ്റെതായ പ്ലഷേഴ്സ്, എല്ലാം ഈ ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങളായിട്ട് തോന്നുന്നു. എല്ലാവരും വട്ടപൂജ്യമാണ്. അപ്പോൾ കർത്താവ്, ഞാൻ അവിടുത്തെ മുമ്പാകെ ഏതുമല്ല, ഐ എം എ നോബഡി, ഞാൻ ഏതുമില്ല. അതേ കാര്യം തന്നെ നമ്മളിവിടെ 2 Corinthians 12:11 ഇംഗ്ലീഷിലെ അവസാനം ദോ ഐ എം എ നോബഡി എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതേ വാക്യം തന്നെ പൗലോസ് ഇവിടെ പറയുന്നത് 1 Corinthians പറയുന്നുണ്ട്. 1 Corinthians 3:7 വരുവാണെങ്കിൽ അവിടെ ഐ എം എ നോബഡി. ആ നോബഡി ആയിട്ട് പൗലോസ് നിർത്താൻ വേണ്ടിയാണ് ദൈവം നമ്മളുടെ ജീവിതത്തിലും നമ്മളെ നോബഡി ആക്കാനും നോബഡി ആയിട്ട് നിലനിർത്താനും വേണ്ടി, ഒരു പൂജ്യമായിട്ട് നിലനിർത്താനും വേണ്ടി കർത്താവ് പല കഷ്ടതകളും പ്രയാസങ്ങളോ കുറികളോ ഒക്കെ അയക്കുന്നത്. 1 Corinthians വരുമ്പോൾ 1 Corinthians 3:7 വാക്യത്തില്, ആകയാൽ എന്നെ 6 കൂടെ വായിക്കാൻ, ഞാൻ നട്ടു, അവിടെ ആ ഒരു സഭയെ നടുന്നു, കുരിന്ത സഭയെ നടുന്നു, അപ്പല്ലോസാണത് നനച്ചത്, എന്നാൽ ദൈവം വളരുമാറാക്കിയത്. നട്ടവനും ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും നോബഡി, ഏതുമില്ല. അതാ then neither the one who plants nor the one who waters is anything. That means both of them are nothing, but God who causes the growth. ആ ഒരു ബോധ്യം പൗലോസിനെ അതുപോലെ ഭരിച്ചിരുന്നത് കൊണ്ട് ആ പൗലോസിനെ തുടർമാനമായിട്ട് ദൈവത്തിന് ഉപയോഗിക്കാനും, ദൈവത്തിന്റെ കാര്യങ്ങള്, ദൈവത്തിന്റെ ഹൃദയത്തിന് ആലോചനകൾ പകരാനും, ദൈവത്തിന്റെ പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആ ഒരു പദ്ധതികളൊക്കെ നിറവേറ്റാനും സാധിച്ചു. അപ്പൊ നമ്മള് ദൈവത്തിന് ആ ഒരു 0 പോയിന്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ 2 Corinthians 12 നമ്മുടെ വിരലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഗലാത്യരിലേക്ക് പോകുമ്പോൾ ഈ നോബഡിയെ കുറിച്ച് പറയുന്ന ഒരു വാക്യം ഏതുമില്ല. അവിടെ അതിന്റെ 3-ാമത്തെ വാക്യം, ഗലാത്യർ 6ന്റെ അവസാനത്തെ അധ്യായത്തിന് 3-ാമത്തെ വാക്യം, താൻ അല്പനായിരിക്കെ if anyone thinks he is something when he is nothing. താൻ അല്പനായിരിക്കെ, അവിടെ ശരിക്കും പറഞ്ഞാൽ അല്പനായിരിക്കെ എന്നുള്ള ട്രാൻസ്ലേഷൻ അത്ര അങ്ങ് പോരാ. മെഡായിസ് എന്ന് പറയുന്നൊരു ഗ്രീക്ക് പറയുക, നത്തിങ്, നോബഡി, നോ വൺ എന്നൊക്കെ അതിന്റെ അർത്ഥം. അപ്പൊ അല്പനായിരിക്കുന്ന എന്നുള്ളതിനെക്കാട്ടി താൻ ഒന്നുമില്ലാതിരിക്കെ, അല്ലെങ്കിൽ ആരുമല്ലാത്തവനായിരിക്കെ എന്നൊക്കെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. താൻ നോബഡി ആയിരിക്കെ, ശരിക്കും അതായത് ഒറിജിനലി നമ്മൾ നോബഡിയാണ്, പക്ഷെ അത് നമ്മൾ അറിയണം, അത്രയേ ഉള്ളൂ. താൻ ഒന്നുമില്ലാതിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാല് തന്നെ വഞ്ചിക്കുവാൻ. ഇഫ് എനിവൺ തിങ്സ് ഹി ഈസ് സംതിങ് then he is nothing. ആക്ച്വലി അത് നത്തിങ്, പൂജ്യമാണ്. എന്നാ അവൻ വിചാരിക്കുക, ഞാൻ അത്ര മോശക്കാരനൊന്നുമില്ല, ഞാൻ അത്ര മോശക്കാരിയൊന്നുമില്ല, എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ വലിയ ആളാണ്. നമുക്ക് അങ്ങനെ പല സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ആ സ്വയത്തിന്റെ ബലമൊക്കെ, എന്നാലും എന്നോടാണോ അവരങ്ങനെ പറയുന്നത്, എന്നാലും എന്നെക്കുറിച്ചാണോ അവരങ്ങനെ പറഞ്ഞത്, അത്രയ്ക്ക് നന്ദി കെട്ടവരാണോ, ഞാൻ എത്രയ്ക്ക് അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, എന്നെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റൂ. അപ്പൊ അതൊക്കെ എന്താ നമ്മുടെ ആ സ്വയബലം,
നമ്മളുടെ ആ ഒരു ഞാൻ, ആ ഈഗോ. അപ്പം അവിടെയൊക്കെ അപ്പം ഏതൊക്കെ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വന്നാലും ദൈവത്തിന് അത്യധികമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:8 16 വരെ നമ്മൾ വായിക്കുന്ന ഗോഡ് ഇസ് ലവ്. ആ സ്നേഹം നമ്മളിലേക്ക് അങ്ങ് പകരാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു തന്നെ നമ്മളെ. ആദാമിനെ അവയും ആദ്യം ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുമ്പോൾ തന്നോടുള്ള കൂട്ടായ്മയിൽ തന്റെ സ്നേഹത്തെ പങ്കുവെക്കാനായിട്ട് എത്രയോ കോടാനുകൂടി ദൂതന്മാരുണ്ട്. എന്നാൽ അവരാരും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരല്ല. ദൈവമായിട്ടൊരു സ്നേഹബന്ധത്തിലേക്ക് വരുവാൻ അവർക്ക് ആർക്കും സാധിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു ഉറുമ്പിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഉറുമ്പിനുമായിട്ട് സ്നേഹബന്ധം പറ്റും എന്ന് വെച്ചാൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഉറുമ്പ് പേടിച്ച് അങ്ങോട്ടോ തിരിഞ്ഞു പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അല്ല ഉറുമ്പ്. അങ്ങനെ ഉറുമ്പിന് വേണ്ടി നമ്മൾ എത്ര കരുതുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു നേച്ചർ ഇല്ല. അപ്പൊ ആ ദൂതന്മാരുടെ സേവകാത്മാക്കൾ, മിനിസ്ട്രിങ് സ്പിരിറ്റ്സ് ആയിട്ട് എബ്രായർ 1:14 മിനിസ്ട്രിങ് സ്പിരിറ്റ്സ്, സേവകാത്മാക്കൾ എന്നൊക്കെ ദൂതന്മാരെ കുറിച്ച്, മാലാഖമാരെ കുറിച്ച് പറയുന്നത്. അവര് രാപ്പകലില്ലാതെ ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷെ ദൈവത്തിന് സ്നേഹബന്ധം പകരാനായിട്ട്, സ്നേഹബന്ധം പങ്കിടാനായിട്ട്, അതായത് വലിയൊരു കോടീശ്വരനായിട്ടുള്ള വലിയൊരു മനുഷ്യൻ, പുള്ളിക്ക് കോടാനുകൂടി എസ്റ്റേറ്റുകള്, വസ്തുവകകളെല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ലെന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞില്ല, ഒരു കുഞ്ഞിക്കാരി കാണാനുള്ള ഭാഗ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ പുള്ളി കഴിഞ്ഞിട്ട് ഭാര്യയായിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ തേടുന്നു. അവസാനം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ കൊടാനുകൂടി എസ്റ്റേറ്റിനെക്കാട്ടിലും ബാക്കി എത്രയോ കൃത്യന്മാര് പുള്ളി ഒന്ന് പറഞ്ഞാൽ തന്നെ ഓടി വരാൻ വേണ്ടി ഒത്തിരി വേലക്കാരും ഒത്തിരി പരിവാരങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ പുള്ളിക്ക് തന്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞുമായിട്ട് ആ കുഞ്ഞ് പിറക്കുമ്പോൾ ആ കുഞ്ഞാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് കൊടാനുകൂടി ദൂതന്മാരും എല്ലാം ഉണ്ട്. എന്നാൽ പ്രിയക ദൈവമായിട്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായിട്ട് ആ കൂട്ടായ്മ അവിടെ സ്നേഹമായിട്ട് നിലനിൽക്കുന്നു നിത്യത മുതൽക്കേ. എന്നാൽ ആ സ്നേഹം പകരാനായിട്ട് കർത്താവ് വെമ്പുക, തീയിടാനായിട്ട് വെമ്പുന്നു എന്നുള്ള ലൂക്കോസ് 12 നമ്മൾ 49 വാക്യത്തിൽ വായിച്ചതുപോലെ ആ സ്നേഹത്തിന്റെ തീ ഒന്ന് പകരണം. അപ്പൊ അതിനായിട്ട് അതാവിനെ അവയെ അവരെ സൃഷ്ടിച്ച നാൾ തന്നെ, സൃഷ്ടിച്ച 6-ാം ദിവസം അവസാനമാണെങ്കിൽ അവരുടെ ആദ്യത്തെ ദിവസമായിട്ടുള്ള 7-ാമത്തെ ദിവസം തന്നെ ശബ്ദത്തായിട്ട് ഒരു വിശ്രമം, ശബ്ദത്തിൽ എന്നുള്ള വാക്കിനർത്ഥം ഒരു വിശ്രമമായിട്ട് ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മയിലായിരുന്നു അവർ ചെലവഴിച്ചിരുന്ന. ഉൽപ്പത്തി 2 ആദ്യത്തെ 3 വാക്യങ്ങളിൽ നമുക്കറിയാം ആ ഒരു കൂട്ടായ്മ. എന്നാൽ അവര് പാപം ചെയ്തപ്പോ, ഉപയോഗിച്ച് പാപം ചെയ്തപ്പോ എന്താ പറ്റിയേ? അവരുടെ ഒരു സ്വന്തം ഇഷ്ടം അവരങ്ങ് തെരഞ്ഞെടുത്തു. അവർക്കൊരു ദൈവം ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ഒരു സുവർണ്ണ അൾത്താര എന്ന് പറയുന്നത്, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, നമ്മുടെ സുവർണ്ണ അൾത്താര എന്ന് ഞാൻ പറയുന്നത് നമ്മളുടെ സമാഗമന കൂടാരത്തിൽ വിശുദ്ധ സ്ഥലത്തിലെ ഹോളി പ്ലേസിലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. ഒന്നുകിൽ ദൈവത്തിന്റെ ഇഷ്ടം തിരഞ്ഞെടുക്കാം, ജീവന്റെ വൃക്ഷത്തെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം നന്മനന്മകളുടെ വൃക്ഷം തിരഞ്ഞെടുക്കാം. അതാവുമ്പോൾ നന്മനന്മകളുടെ വൃക്ഷം തിരഞ്ഞെടുത്തപ്പോ എന്താ പറ്റിയത്? നന്മനന്മകളുടെ വൃക്ഷം തിരഞ്ഞെടുത്തപ്പോ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാല് അവർക്ക് ദൈവത്തിൽ നിന്ന് അവരങ്ങ് വിച്ഛേദിക്കപ്പെട്ടു. പാപം ചെയ്ത് ജീവിതത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. അവിടെ ഒരു ജഡമാകുന്ന ഒരു തിരശ്ശീല, ഒരു സെൽഫ് വില്ല് അവിടെ വന്ന് അവര് പർദേശിൽ നിന്ന് മാറിപ്പോകാൻ തക്കവണ്ണം ഒരു തിരശ്ശീല, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒരു തിരശ്ശീല അവരുടെ ജീവിതത്തിൽ വന്ന് വീഴുന്നൊരു അനുഭവമായിരുന്നു ആ മനുഷ്യന്റെ പാപത്തിൽ സംഭവിച്ചൊരു കാര്യം. അപ്പൊ ആ ഒരു തിരശ്ശീല ഇനി ഒന്ന് ചീന്തപ്പെട്ടാലാണ്, ആ ഒരു സ്വയബലവും തകർക്കപ്പെട്ടാലാണ് ദൈവത്തിന് നമ്മളോടുള്ള കൂട്ടായ്മയില് യഥാർത്ഥത്തില് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലണം. അതിവിശുദ്ധ സ്ഥലം അത് ആ ജീവന്റെ വൃക്ഷം കുറിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. ആ ജീവന്റെ വൃക്ഷം കുറിക്കുന്നത് ദൈവം തന്നെ, ദൈവത്തിന്റെ ദിവ്യജീവനെ, ദിവ്യ സ്വഭാവത്തെ, ദൈവത്തെ തന്നെയാണ്, യേശുവിനെ തന്നെയാണ് ജീവന്റെ വൃക്ഷം കുറിക്കുന്നത്. അപ്പൊ ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അവര് മാറ്റപ്പെട്ടു. അവരും ആ ജീവന്റെ വൃക്ഷവും തമ്മിലൊരു തിരശ്ശീല. ജീവന്റെ വൃക്ഷം അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ അവരങ്ങ് മാറ്റപ്പെട്ടു. എന്നാൽ ഈ തിരശ്ശീല ഒന്ന് ചീന്തപ്പെട്ടാൽ മാത്രമേ അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ, ചീന്തപ്പെടുന്നതിനനുസരിച്ച് അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിലുള്ള ഒരു കൂട്ടായ്മയിൽ ആത്മാവിന്റെ തലത്തിൽ അവർക്ക് വസിക്കാൻ സാധിക്കത്തുള്ളൂ. അതാ പിന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കാമെന്ന് കർത്താവ് അവിടെ യോഹന്നാൻ 15:4 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചതുപോലെ ആ ഒരു കർത്താവിൽ വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മൾ അവിടെ ഒരു ചിന്തപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോയാലേ പറ്റുള്ളൂ. നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും സാഗ്വറിനൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങൾ, പക്ഷെ എല്ലാവർക്കും അത് എത്രമാത്രം വ്യക്തമാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അത് വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ, എന്തോ തിയററ്റിക്കലായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല. എന്നാൽ സിമ്പിളായിട്ട്
നമ്മളുടെ ആ സ്വയബലത്തെ തകർക്കുന്നതിന്റെ പല പ്രതീകങ്ങൾ നമ്മൾ വചനത്തിൽ കാണും. നമ്മൾ ഉൽപ്പത്തിയിലാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഉൽപ്പത്തി 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാവുന്ന ചിന്തിക്കുക. നമുക്ക് അതിലേക്കൊന്ന് വരാം. ഞാൻ പലപ്പോഴും റെഫർ ചെയ്യാറുണ്ട് പാസിംഗ് ആയിട്ടെങ്കിലും എപ്പോഴും ഒരേ വാക്യം പറയാനുണ്ടല്ലോ എന്ന് വിചാരിച്ചെങ്കിലും ആ ഉൽപ്പത്തി 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷം ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നേ? ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി, ജീവന്റെ വൃക്ഷത്തിലേക്ക് ഒരു വഴിയുണ്ട്. അത് ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാണ് ആ വഴിയെന്ന്. ജീവനിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കമുള്ളതാണ് മത്തായി 7-ന്റെ ഉൽപ്പത്തി 3-24 3:24 ജെനസിസ്. അപ്പോൾ ജീവനിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാണെന്ന് അവിടെ പറഞ്ഞ കർത്താവ് മത്തായി 7-ന്റെ 13-14 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അത് പുതുതും ജീവനുമായിട്ടുള്ളൊരു വഴിയാണെന്ന് എവിടെ പറയുന്നേ? എബ്രായർ 10-19-20 വാക്യങ്ങളിൽ അത് പുതിയതും ജീവനുമായിട്ടുള്ളൊരു വഴിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് ജീവന്റെ പാത നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ ആനന്ദത്തിന് പരിപൂർണത ഉണ്ടല്ലോ എന്ന് എവിടെ പറയുന്നേ? സങ്കീർത്തനം 16-11 പറയുന്നുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിലുള്ള സന്തോഷത്തിന്റെ പരിപൂർണത എവിടെ? അതിവിശുദ്ധ സ്ഥലത്ത്. അതിലേക്കുള്ള പാതയാണ് ജീവന്റെ വഴി, നീ എനിക്ക് കാണിച്ചു തരുമല്ലോ എന്ന് സങ്കീർത്തനം 16-11 പറയുന്നുണ്ട്. നീതിമാന്റെ പാത അത് നട്ടുച്ച സൂര്യന്റെ പ്രകാശത്തോളം പ്രകാശം കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് ഇവിടെ സദൃശ്യവാക്യം 4-19 പറയുന്നുണ്ട്. പിന്നെ ആ വഴിയെ കുറിച്ചുള്ള പല സൂചനകളും നമ്മൾ വചനത്തിലുടനീളം കാണുന്നുണ്ട്. അതാണ് ക്രൂസിന്റെ വഴി. നമ്മള് 139-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം നമ്മൾ ഇവിടെ ഒരു ജനസിസ് 3-ൽ ഒരു വിരലുണ്ട്. 139-ാം സങ്കീർത്തനത്തിന്റെ 24-ാമത്തെ വാക്യത്തില് വ്യസനത്തിനുള്ള മാർഗം എന്നിൽ കാണിച്ചു തരണം. അതുകൊണ്ട് എന്താ പറയുന്നേ? വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് 139-ാം സങ്കീർത്തനത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. ആ ശാശ്വത മാർഗം എന്താ? ഇറ്റേണൽ വേ, എവർലാസ്റ്റിംഗ് വേ. അത് ഈ ജീവന്റെ വഴിയാണ്. എന്നാൽ കർത്താവ് എന്ന് പറഞ്ഞു, ഞാൻ തന്നെ ആയി വഴി. ഈ പറയുന്ന വഴിയല്ല. ആരാ? യോഹന്നാൻ 14-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ഒരു കർത്താവ്. അപ്പം നമ്മൾ തിരിച്ച് ഉൽപ്പത്തി 3-24 വരുമ്പോൾ ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാക്കുവാന് അവന് ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകൾ എന്ന് പറഞ്ഞാൽ ദൂതന്മാരിലെ ഒരു വിഭാഗത്തെ കെരൂബുകൾ എന്നൊക്കെ നമ്മൾ എസെക്കിയേലിലും പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ ആ കെരൂബുകളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കെരൂബുകളുടെ രൂപത്തെക്കുറിച്ചൊക്കെ എഹെസ്കേലിൽ വർണ്ണിച്ചിരിക്കുന്ന കാര്യങ്ങളും വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ആ കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ഡയറക്ഷനിലും, ഏതെങ്കിലും ഡയറക്ഷനിൽ ആരും ഒളിഞ്ഞങ്ങ് കയറി ചെല്ലാൻ ഒക്കത്തില്ല, വഴിയിലൂടെയും കയറി ചെല്ലാൻ ഒക്കത്തില്ല. വഴിയിലൂടെ കയറി ചെല്ലണമെങ്കിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാളിന്റെ ജ്വാലയുമായിട്ട് നിർത്തി. ഒരു വാളുണ്ട്, ആ വാളിന്റെ ജ്വാലയുള്ളൊരു വാളാണ് ഫ്ലെയിമിങ് സ്വോർഡ്. ആ ഫ്ലെയിമിങ് സ്വോർഡ് നമ്മളിലൂടെ കടന്നു പോയാലേ അതാണ് ക്രൂസിന്റെ മാർഗം. അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടം, അതായത് ഓരോ സാഹചര്യങ്ങളിലും എൻ്റെതായ ഇപ്പം എന്നോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് പെരുമാറുന്നു, അപ്പൊ അവിടെ എനിക്ക് ഇനിയിപ്പോൾ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഇറിറ്റേറ്റഡ് ആയിട്ട് ഒരു പാഠം പഠിപ്പിക്കുക, അല്ലെങ്കിൽ എന്നാലും ഒരു പരാതിയുടെ ഒരു പിറുപിറുപ്പിന്റെ ഒരു സ്വരം, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത, ഒരു കയ്പ്, അല്ലെങ്കിൽ ഒരു മുറുമുറുപ്പ്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും ചില രോഗങ്ങളോ പ്രയാസങ്ങളോ ചില അസ്വസ്ഥതകളോ വേദനകളോ ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില അപകടങ്ങളോ ചില പ്രയാസങ്ങളോ ഒക്കെ വരുമ്പം നമുക്കൊരു സ്വയത്തിലുള്ള ഒരു എന്താ പറഞ്ഞേ ഒരു മുറുമുറുപ്പും ഒരു അസ്വസ്ഥതയും ഒരു നീരസവും ഒക്കെ വരുമ്പം അവിടെ ഒരു ചോയ്സ് ഉണ്ട്. അവിടെ കർത്താവേ, ഞാൻ ഇതുമില്ല, എനിക്ക് നരകം മാത്രമേ യോഗ്യതയുള്ളൂ, അവിടുന്ന് എനിക്ക് തന്നതെല്ലാം ദാനമാണ്, അവിടുന്ന് ഇത് അനുവദിച്ചത് കർത്താവേ എന്നെ ബലഹീനനാക്കാൻ വേണ്ടി. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം. ഈ ബലഹീനനാക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ ഫ്ലെയിമിങ് സ്വോർഡ് എന്താ, വാളിന്റെ ജ്വാല എൻ്റെ മേലെ പതിക്കണം, എന്നാലേ എനിക്ക് ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള ആക്സസ് കിട്ടുള്ളൂ. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള ആക്സസ് എന്ന് പറഞ്ഞാൽ കർത്താവായിട്ടുള്ള കൂട്ടായ്മ, വിശുദ്ധ സ്ഥലത്ത് സന്തോഷത്തിന്റെ പൂർണ്ണത, അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്, അവിടുത്തെ വലതു ഭാഗത്ത് നിത്യപ്രമോദങ്ങളും ഉണ്ടെന്ന് നമ്മൾ സങ്കീർത്തനം 16-11 നമ്മളെ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള വാക്യമാണ്. അവിടെയും ജീവന്റെ പാത കാണിച്ചു തരും. കർത്താവ് കാണിച്ചു തന്നാലും നമുക്ക് കാണാനൊക്കത്തുള്ളൂ, നമ്മളായിട്ട് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ ഇത് ഇടുക്കും ഞെരുക്കമുള്ള വഴി ആയതുകൊണ്ട് ഇത് കണ്ടെത്തുന്നവര് ചുരുക്കമാണ്. കുറച്ച് അത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ഒരു പാതയാണ്. ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ഒരു പാതയായിരുന്നു കർത്താവ് മത്തായി 11:25 പറഞ്ഞ കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ
പല പ്രശ്നങ്ങളോ പല പ്രതികൂലങ്ങളോ പല രോഗങ്ങളോ പല കാര്യങ്ങളൊക്കെ വരുമ്പം എന്നെ ഒന്ന് സീറോ ആക്കാൻ വേണ്ടി, എന്നെ ഏതുമില്ല, ഞാനൊരു നോബഡിയാണ് കർത്താവേ, ഞാൻ ഒന്നുമില്ല എന്നുള്ളൊരു കാര്യം തിരിച്ചറിയാൻ വേണ്ടി ദൈവത്തിന് നമുക്ക് കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമാണത്. തിരുക്കരങ്ങൾ തരുന്ന കാര്യങ്ങളെല്ലാം അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങൾ എന്നൊക്കെ നമ്മൾ ആ അനുഗ്രഹത്തിന് അധിപതി എന്നുള്ള ആ പാട്ടിൻ്റെ അവസാനം പാടുന്നത് പോലെ തിരുക്കരങ്ങൾ തരുന്ന ചില തട്ടലും ചില അടിയും തിരുത്തലും ഒക്കെ അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രകാശനമായിട്ട്, ദുഃഖത്തിൻ്റെ പാനപാത്രം തന്നാലും കർത്താവേ സന്തോഷത്തോടെ ഞാൻ പാടി അത് വാങ്ങി ഹല്ലേലൂയ പാടുന്നത് വെച്ചാൽ അവിടെ നിന്നാണ് തന്നത്. ചിലപ്പോൾ യൂദാസ് ഇസ്കേരിയോത്തെ ആയിരിക്കും കൊണ്ട് തരുന്നത്, പക്ഷെ എങ്കിലും പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ എന്നാണ് യോഹന്നാൻ 18:11 കർത്താവ് പറയുന്നത്. അപ്പം നമ്മളുടെ ആ സ്വയബലത്തെ, നമ്മളുടെ ആ ഈഗോ, ഞാൻ എന്നുള്ള വാക്ക് ഗ്രീക്കിൽ ഈഗോ എന്ന ആ വാക്ക്, പലപ്പോഴും ആ നമ്മളുടെ ഈഗോയെ, നമ്മളുടെ ആ സ്വയത്തിലുള്ള ഞാൻ എന്നുള്ള ആ ഒരു ഭാവത്തെ അങ്ങ് തകർക്കാനായിട്ട് നമുക്ക് തന്നെ നമുക്ക് വെളിച്ചമുള്ളിടത്തോളം ഒരു പക്ഷേ നമ്മൾ സീറോ ആയിട്ട് നമുക്ക് താഴ്ത്താം. എന്നാൽ നമുക്ക് ഇനിയും വെളിച്ചമില്ലാത്ത നമ്മുടെ ജഡത്തിന്റെ സ്വയബലത്തിന്റെ പല മേഖലകളുണ്ട്. ഈ തിരശ്ശീല സമ്പൂർണ്ണമായിട്ട് ചിന്തപ്പെടുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ മരണസമയത്തോ ആയിരിക്കും. കർത്താവിന്റെ ജീവിതത്തിൽ തന്നെ അതാ സംഭവിച്ചത്. കർത്താവ് മരിച്ചപ്പോഴാണ്, കർത്താവ് തന്റെ ആത്മാവിനെ പിതാവിനെ ഏൽപ്പിച്ചപ്പോഴാണ് ആ ദേവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മുകളിലോട്ട് വീഴുന്ന വെച്ചാൽ മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് എന്താ ചെയ്യുന്ന പോലെ. എന്നാൽ ഇതങ്ങനല്ല, മുകളിൽ നിന്ന് താഴോട്ടെന്ന് കൃത്യമായിട്ട് വചനത്തിലെ മത്തായി 27:51 വാക്യത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. ഫ്രം ടോപ്പ് ടു ബോട്ടം ദ വെയിൽ വാസ് സ്റ്റോൺ എന്നുള്ളൊരു കാര്യം. അവിടെ പാറകൾ പിളർന്നതായിട്ടൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മളിപ്പം പലയിടത്ത് നമ്മുടെ വിരലുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ മത്തായി 26 പോവുകയാണെങ്കിൽ 26:51 ഇത് പറയുന്നത്, അവിടെ പറയുന്ന പാറകൾ പിളർക്കുന്നു വെച്ചാൽ സ്വഹിതത്തിന്റെ ചില പാറകളെ പിളർക്കപ്പെടുന്നതിന്റെ ഒരു ദൃഷ്ടാന്തം കർത്താവ് അവിടെ കാണിക്കുകയോ ചെയ്യുന്നത്. മത്തായി 27 ഞാൻ 26 എന്ന് പറഞ്ഞെന്ന് അറിയില്ല, 27:51 അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം, ഫ്രം ടോപ്പ് ടു ബോട്ടം, മേൽതൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. 52 വാക്യം എന്താ, ഭൂമി കുലുങ്ങി പാറകളെ പിളർന്നു, കല്ലറകൾ തുറന്നു. ലിറ്ററലായിട്ട് ഓഫ് കോഴ്സ് അവിടെ റോക്സ് വേർ സ്പ്ലിറ്റ്, പാറകളെ തുറന്നു. എന്നാൽ ആത്മീയമായിട്ട് പറയുവാണെങ്കിൽ അത് യേശുവിന്റെ ജീവിതത്തിലും കർത്താവ് മനുഷ്യനായിട്ട് വന്നപ്പോൾ കർത്താവിന് ഒരു സ്വന്തഹിതം ഉണ്ടായിരുന്നു. കർത്താവിന്റെ സ്വന്തഹിതമാകുന്ന പാറയാണ് അവിടെ പിളർക്കപ്പെട്ടത്. കർത്താവിന്റെ വിലാവിൽ കുത്തിയപ്പോഴൊക്കെ അത് ആത്മീയമായിട്ട് പറയുവാണെങ്കിൽ ആ പാറ പിളർക്കപ്പെടുന്നതിന്റെ ഒരു പ്രതീകമാണ്. കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം ആ പാറ പിളർക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന്റെ ജീവിതത്തിൽ ആ പാറ അതുപോലെ പിളർക്കപ്പെട്ടതുകൊണ്ട് ജീവജലത്തിന്റെ നദികൾ കർത്താവിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരുന്നു. നമ്മളിലും ഈ ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ, നമ്മളിലും കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ശക്തി അധികമായിട്ട് വന്ന് ആവസിക്കേണ്ടതിനായിട്ട്, അത് നമ്മൾ 2 കൊരിന്ത്യർ 12 വന്നങ്ങ് നിർത്താം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി ഒരു 2 മണിക്കൂർ ഇങ്ങനെ പോകും. അതുകൊണ്ട് 2 കൊരിന്ത്യർ 12:9 നമുക്ക് തിരിച്ചു വന്ന് ഞാനങ്ങ് നിർത്തട്ടെ. അവൻ എന്നോട്, നമ്മൾ ആദ്യം വായിച്ചു നോക്കി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആ ബലഹീനതയിലാണ് എന്റെ ശക്തി പെർഫെക്റ്റഡ് ആവുന്നത്. അത് തികഞ്ഞ് അത് നിറഞ്ഞു വരുന്നത് അവിടെ ബലഹീനനായിരിക്കുമ്പോഴാണ്. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെ പ്രശംസിക്കും. എൻ്റെ ബലഹീനതകൾ കർത്താവ് ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു, കർത്താവിനെ തേടി വന്നു, കർത്താവ് എന്തെല്ലാം പ്രയാസങ്ങളും പ്രതികൂലങ്ങളിലും ഒക്കെ കർത്താവ് അവിടെ അനുവദിച്ച് അവിടെ തന്നെ നടത്തി. എൻ്റെ ജീവിതത്തിലുള്ള കുറവുകൾ, പ്രയാസങ്ങൾ, അതിലാണ് ഞാൻ പ്രശംസിക്കുന്നത്. അവിടെ ആ പ്രശംസിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ മുമ്പിലേക്ക് തിരിച്ചു വരാം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് എന്നുള്ള ആ ഗ്രീക്ക് പദം ഇതിനുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എപ്പിസ്കേനോ എന്ന് പറഞ്ഞൊരു പദം, ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പദം. എന്താ വെച്ചാൽ, സ്കേനോ എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരം എന്നർത്ഥം. എപ്പിസ്കേനോ എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തിന്റെ പുറത്ത് എന്നുള്ള രീതിയിലാണ്. അതായത് ആദ്യമായിട്ട് ആ ദൈവത്തിന്റെ തേജസ് അതുപോലെ നിറവോടെ വന്നിറങ്ങിയത് യേശുവിന്റെ മേലായിരുന്നു. യേശു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു എന്ന് യോഹന്നാൻ 1:14 പറയുമ്പോൾ അവിടെ സ്കേനോ എന്നുള്ളൊരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ത്രൂ ബൈബിള് കേൾക്കുവാണെങ്കിൽ അവിടെ വേറെ പറയുന്നുണ്ട്. അവിടെ ശരിക്കും ജീസസ് ടാബർനാക്കിൾ ഡെമോൺസ്ട്രസ് എന്നാണ് ചില ട്രാൻസ്ലേഷൻ അങ്ങനെ പറയുന്നത് തന്നെ. ഒരു സമാഗമന കൂടാരമായിട്ട് കർത്താവ് നമ്മളുടെ ഇടയിൽ വസിച്ചു എന്നാൽ അതിന്റെ ഗ്രീക്കിലെ എക്സാക്ട് ട്രാൻസ്ലേഷൻ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ഡ്വെൽറ്റ് അല്ലെങ്കിൽ വസിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ സ്കേനോ എന്നുള്ള ഗ്രീക്ക് പദം. സ്കേനോ എന്നുള്ളത് സമാഗമന കൂടാരത്തിന്റെ പദമാണ്. അപ്പം
ഹി ടാബർനാക്കിൾഡ് അമംഗ്സ്റ്റ് us എന്നാണ് എൻ്റെ പദം. അപ്പൊ ആ സമാഗമന കൂടാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ സ്വർണ്ണ കാര്യങ്ങളൊന്നും അല്ല, മറിച്ച് എന്താ അതിവിശുദ്ധ സ്ഥലത്തെ ഗ്ലോറി, ആ തേജസ്, അതാ ആ മഹത്വം, അതാ യോഹന്നാൻ കണ്ടതായിട്ട്. അവൻ ഒരു സമാഗമന കൂടാരമായിട്ട് ഞങ്ങളുടെ ഇടയിൽ വസിച്ചു, അവന്റെ തേജസ് പിതാവിന്റെ ഏകജാതനായവന്റെ തേജസ്സായിട്ട് കൃപയും സത്യം നിറഞ്ഞവനായിട്ട് ഞാൻ കണ്ടു. ആ സമാഗമന കൂടാരത്തിന്റെ തേജസ് യേശുവിൽ താൻ കണ്ടെന്നാണ് യഥാർത്ഥത്തിൽ യോഹന്നാൻ 1:14 പറഞ്ഞത്. അപ്പൊ യേശുവിൽ ആ തേജസ് അതുപോലെ ആവസിക്കുമായിരുന്നു. പിതാവിന്റെ ശക്തി അളവില്ലാതെ, അളവ് കൂടാതെ അല്ലയോ അവന് പരിശുദ്ധാത്മാവിനെ നൽകുന്നതെന്ന് യോഹന്നാൻ 3:34 നമ്മൾ വായിക്കുന്നുണ്ട്. അളവ് കൂടാതെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നുകൊണ്ടേയിരുന്നു. എത്ര സൗന്ദര്യമുള്ള ആകർഷണീയമായ സൗരഭ്യം നിറഞ്ഞൊരു ജീവിതം കർത്താവിന്റെ. എന്നാൽ പൗലോസ് ഒഫ്കോഴ്സ് കർത്താവിന്റെ നിറവോടെ കമ്പയർ ചെയ്യുന്നു ഒന്നുമില്ല. പൗലോസിന്റെ നിറവ്, പൗലോസ് ശരിയാ മനുഷ്യനാണ്, എങ്കിലും കർത്താവ് മനുഷ്യനായിട്ട് തന്നെയാണ് ഈ സകല നിറവും നിറഞ്ഞത്, വേറെ കാര്യം. എന്നാൽ പൗലോസിന്റെ ജീവിതത്തില് കർത്താവ് അതുപോലെ ഉപയോഗിച്ച ആ പൗലോസിന്റെ ജീവിതത്തിലും യേശുവിന്റെ ശക്തി, പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ, പിതാവ് യേശുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നു. അപ്പം യേശുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ പൗലോസിനെ സ്നേഹിക്കുന്നു. അപ്പൊ പൗലോസിന്റെ ജീവിതത്തിൽ ഈ ശക്തി അതുപോലെ ഇനി അധികമായിട്ട് ശക്തി ആവസിക്കണം. അതുകൊണ്ടാണ് ഒരു ജഡത്തിലെ ശൂലം കൂടെ നൽകിയിട്ട്, ആ ജഡത്തിലെ ശൂലം എന്താന്ന് ചോദിച്ചാൽ കണ്ണിന്റെ പ്രോബ്ലമാണ്. അതെവിടെ അത് കണ്ണിന്റെ പ്രോബ്ലം ആണെന്ന് ക്ലിയർ ആയിട്ട് വചനത്തിൽ പറയുന്നില്ല, എന്നാൽ സൈക്കോളജിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ണിന്റെ പ്രോബ്ലം ആയിരിക്കാനാണ് സാധ്യത. നമ്മള് ഗലാത്യർ 4 പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ടോ? ഗലാത്യർ 4 ഒന്ന് പെട്ടെന്ന് പോവുകയാണെങ്കിൽ അവിടെ എന്താണ് പറഞ്ഞത്, കണ്ണിന്റെ ഒരു പ്രയാസം, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ എനിക്ക് പറിച്ചെടുത്ത് തരുമായിരുന്നല്ലോ എന്ന് ഗലാത്യരോട് പറയുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നത് ഗലാത്യർ 4 അപ്പൊ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ണിന്റെ ഒരു അസുഖം, അന്ന് ആന്റിബയോട്ടിക്സ് ഒന്നും ഇല്ലായിരുന്നു, ചിലപ്പോൾ വല്ല കോർണിയൽ അൾസർ പോലെ പ്യൂറലിൻ്റെ ആയിട്ട് ബാക്കിയുള്ളവർക്ക് വല്ലാതെ അരോചകത്വം തോന്നുന്ന രീതിയിൽ അങ്ങനെ പസ്സിങ്ങനെ ഡ്രൈ ചെയ്യുന്ന വല്ല കോർണിയൽ അൾസറോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കാം, നമുക്ക് അറിയത്തില്ല. അപ്പം അവിടെ ആ ഗലാത്യർ 4 you would have plucked your eyes and given them to me. 15-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഭാഗ്യപ്രശംസ ഇവിടെ കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂർന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. അവിടെ അതിൽ 13-ാമത്തെ വാക്യത്തിൽ ഞാൻ ശരീരത്തിലെ ബലഹീനം എന്നിട്ട് ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ സംഗതി വന്നു. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ വാക്യമൊക്കെ നോക്കുവാണെങ്കിൽ പൗലോസ് ഗലാത്യ ആ ദേശത്തോടെ കടന്നു പോകാൻ മാത്രമേ ഭാവിച്ചുള്ളൂ, പക്ഷെ പരിശുദ്ധാത്മാവ് തന്നെ തുടർന്ന് പോകുന്നതിന് വിലക്കി എന്നൊക്കെ അപ്പോസ്തലപ്രവൃത്തി 16:6 പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് എങ്ങനെ വിലക്കി എന്ന് വെച്ചാൽ ഒരു രോഗം കൊടുത്ത വിലക്കി. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു രോഗാവസ്ഥ ദൈവം അത് കൂടുതൽ സുവിശേഷത്തിന് അഭിവൃദ്ധിക്കായിട്ട് നമ്മൾ കൂടുതൽ ബലഹീനനാവുന്നു, കർത്താവിനെ ആശ്രയിക്കുന്നു. അത് നമ്മുടെ മിനിസ്ട്രിക്ക് കൂടുതൽ ഒരു ബ്ലെസ്സിങ് ആയിട്ടായി നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടുതൽ പ്രയോജനമായിട്ട് ചില അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തി വിടുന്നത് ബാക്കിയുള്ളവർക്ക്. ഇപ്പൊ തന്നെ 10ാം ക്ലാസ്സിൽ എനിക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല എന്നുള്ളത് ഇന്ന് ഞാൻ പലപ്പോഴും അത് പലർക്കും ഈ കൗൺസിലിംഗ് വരുന്ന പലർക്കും സാക്ഷ്യം പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യാറുണ്ട്. ഞാൻ SSLCക്ക് 15 റാങ്ക് ഒക്കെ പ്രതീക്ഷിച്ച് 570 580 അടുത്തൊക്കെ റാങ്ക് മാർക്കൊക്കെ പ്രതീക്ഷിച്ചിരിക്കും 600-ല്. എന്നാൽ കിട്ടിയത് 550 എന്നുവെച്ചാൽ വളരെ ഒത്തിരി റിവേലേഷൻ കൊടുത്തിട്ടും പിന്നെ കൂടാത്ത രീതിയിൽ അങ്ങനെ. അത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല ഇപ്പോഴും. ആ മാർക്ക് ഷീറ്റ് ഒന്ന് കണ്ടാക്കുള്ളത് എനിക്കുണ്ട്, എങ്ങനെ അവരിങ്ങനെ മാർക്ക് ഇട്ടു. ഞാൻ 49-50 പ്രതീക്ഷിച്ച സബ്ജക്റ്റിന് 40, 41, 43 ഒക്കെ മാർക്കൊക്കെ കിട്ടി. അതുപോലെ അത്ര നന്നായിട്ട് എഴുതിയ സബ്ജക്റ്റിന് വല്ല പേപ്പർ മിസ്സായി എന്താ നമുക്കറിയില്ല. പക്ഷെ എങ്കിലും ഞാനപ്പോൾ രക്ഷിക്കപ്പെട്ടില്ല, എങ്കിലും എന്നെ ഒന്ന് തകർക്കാനായിട്ട് അത് ഉപയോഗിച്ചു. അതുകൊണ്ട് എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം പല അടികളൊക്കെ ഇങ്ങനെ തന്ന് അവസാനം പിന്നെ +2 അവസാനം ഡിഗ്രി അവസാനിക്കാറായപ്പോഴാണ് നല്ലൊരു അടി വന്ന് പെട്ടെന്ന് തന്നെ പാറ കുറച്ചൊന്ന് പിളർന്ന് രക്ഷിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോഴും കർത്താവ് അടിച്ചുകൊണ്ടിരിക്കുക പല സാഹചര്യങ്ങളിലൂടെയൊക്കെ. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഗലാത്യർ 4:13 ശരീരത്തിൽ ബലഹീനത നിമിത്തമാണ്, അതുകൊണ്ട് ഗലാത്യത്തിന് പൗലോസിന് അവിടെ തങ്ങേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു, അവിടെ സഭ രൂപീകൃതമായി. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം 14-ാമത്തെ വാക്യം നിങ്ങൾ നിന്നെയും വെറുപ്പ് കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവിനെ പോലെ തന്നെ എന്നെ കൈക്കൊള്ളുകയും എത്ര ചെയ്തത് എന്ന് വെച്ചാൽ അവിടെ മറ്റുള്ളവർക്ക് നിന്ന് തോന്നത്തൊക്കെ വന്നുള്ള എന്തോ കണ്ണിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. കണ്ണിന്റെ പ്രോബ്ലം ആയിരിക്കണം എന്ന് പറയുന്ന കാര്യം കണ്ണ് പറിച്ചെടുത്ത് വരുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ പൗലോസ് തന്നെ ലേഖനത്തിൽ എഴുതുമ്പോൾ ഞാൻ വലിയ അക്ഷരങ്ങളാൽ എഴുതിയിരിക്കുന്നു എന്ന് എഴുതുമ്പോൾ അവിടെ പൗലോസിന് കണ്ണിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കണം ഈ വലിയ അക്ഷരത്താൽ എഴുതിയിരിക്കുന്നതെന്നൊക്കെ അങ്ങനെ പണ്ഡിതന്മാർ അതുപോലെ സഹോദരങ്ങളെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ജഡത്തിലൊരു ശൂലം, അതിനിപ്പോൾ കണ്ണിന്റെ പ്രോബ്ലം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തോ ഒരു രോഗാവസ്ഥ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ചില സാഹചര്യങ്ങളും ഒക്കെ പൗലോസിന്റെ ജീവിതത്തിൽ നീങ്ങി പോകാറുണ്ടായിരുന്നു. എന്നാൽ അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഇതങ്ങ് പറഞ്ഞു നിർത്തട്ടെ. 2 Corinthians 12:9 എന്റെ ശക്തി ആവസിക്കേണ്ടതിന്
ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ആ സമാഗമന കൂടാരത്തിൽ യേശുവിലെ ആ തേജസ്, കൃപയും സത്യം നിറഞ്ഞവനായ തേജസ് വസിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ അധികമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്നേഹം, ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു കാർക്കശ്യം, ഒരു ദൈവത്തിൻ്റെ ഒരു തീക്ഷ്ണത അത് ആവസിക്കേണ്ടതിനാണ് എന്താ ദൈവം അനുവദിച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ബലഹീനത സന്തോഷിക്കുക എന്ന് വെച്ചാൽ പ്രശംസിക്കുക എന്ന് വെച്ചാൽ ഇതിലൂടെയാണ് ഞാൻ തകർക്കപ്പെട്ടത്. എൻ്റെ ജീവിതത്തിൽ കർത്താവേ എനിക്ക് ദൈവം തന്ന ചില നിന്ദകള്, പരിഹാസങ്ങൾ, ചില ഒറ്റപ്പെടുത്തലുകൾ, ചില ചില പ്രതികൂലങ്ങൾ, അതൊക്കെ അതിനായിട്ട് ദിവസമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദി എന്ന് വെച്ചാൽ നന്ദി പറയാനൊക്കെ എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് കർത്താവെ ഞാൻ ഇന്ന് കുറച്ചെങ്കിലും അങ്ങനെ അറിഞ്ഞത്. അല്ലെങ്കിൽ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. അല്ലെങ്കിൽ ഞാൻ വചനം അറിയില്ലായിരുന്നു. 119 സങ്കീർത്തനത്തിൻ്റെ 69, 72 വാക്യങ്ങളും നമുക്കറിയാമല്ലോ. നമുക്ക് 119 സങ്കീർത്തനത്തിൻ്റെ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, ഇറ്റ് ഇസ് ഗുഡ് ഫോർ മീ. 71 വാക്യം, അതിൻ്റെ 67, 71. 119 സങ്കീർത്തനം 67 കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴും ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. 71 വാക്യം, നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആ കഷ്ടതയിലായപ്പോഴാണ് കർത്താവിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാറായത്. മറ്റത് ഞാൻ എനിക്ക് നമ്മുടെ സ്വയശക്തിയിൽ എനിക്ക് അറിയാം, നമ്മുടെ ആ ഒരു സ്വയബലത്തിൽ. എന്നാൽ കഷ്ടതയിലായപ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ, ഇത്ര നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തുന്ന നമ്മളെ പാടിയതുപോലെ നമുക്ക് നമ്മളെ ബലഹീനനാക്കുന്ന, അതിലൂടെ നമ്മളെ ശക്തനാക്കുന്ന, നമ്മുടെ ജഡം ബലഹീനനാകുമ്പോഴാണ് നമ്മുടെ ആത്മാവിലേക്ക് ആ ശക്തി വന്ന് നിറഞ്ഞ് നമ്മൾ ആത്മാവിൽ അധികം ശക്തിയുള്ളവരായി തീരുന്നത്. അങ്ങനെയുള്ള ആ ഒരു കർത്താവിൻ്റെ ശക്തിക്കായിട്ട്, ആ ശക്തി നമ്മളിൽ ആവശ്യിക്കേണ്ടതിനായിട്ട് നമുക്ക് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ ജഡമാകുന്ന തിരശ്ശീലയെ അവിടുന്ന് കർത്താവ് അധികമായിട്ട് ചിന്തിയായിട്ട് അധികം ശക്തി എന്നിൽ ഒന്ന് നിറയാൻ ഇടയാകട്ടെ. എനിക്ക് അങ്ങനെ അധികമായിട്ട് അറിയണം അവിടുത്തെ സന്തോഷം, അവിടുത്തെ സമാധാനം, അവിടുത്തെ സ്നേഹം, അങ്ങനെ അവിടുത്തെ ജീവൻ എനിക്ക് അധികമായിട്ട് വേണം, സമൃദ്ധമായ ജീവൻ. അവിടുന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പദ്ധതികളും എൻ്റെ ജീവിതത്തിലൂടെ നടപ്പിലാക്കാൻ തക്കവണ്ണം അവിടുന്ന് എന്നെ നുറുക്കി കർത്താവെ അവിടുന്ന് ശക്തനാക്കണം. എന്ത് പ്രതികൂലങ്ങളോ എന്തെങ്കിലും കർത്താവ്, എന്തെല്ലാം കർത്താവ് അവിടുത്തെ സിലബസിൽ എന്തെല്ലാം ഇനി പ്രശ്നങ്ങളുണ്ടെങ്കിലും സാരമില്ല, പേ ദ ബിൽ, ഗീവ് ദ ബിൽ, ഐ വിൽ പേ എന്ന് AW ടോസ്റ്റർ പറഞ്ഞതുപോലെ എന്തൊക്കെ കർത്താവ് എന്താണോ കോസ്റ്റ്, എന്താണോ ആ സ്വജീവൻ്റെ വില, എന്താണോ ഞാൻ കൊടുക്കേണ്ടതായിട്ടുള്ളത്, അങ്ങ് കർത്താവ് അവിടുത്തെ പദ്ധതിയിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് ഞാൻ തയ്യാറാണ്. ഇതിലൂടെ വേണമെങ്കിൽ എന്നെ കടത്തി വിട്ടു. എന്നാൽ അവിടുത്തെ കർത്താവ് കരമെടുത്ത് മാറ്റല്ലേ, അവിടുത്തെ കർത്താവ് അവിടുത്തെ പദ്ധതി എന്നിൽ പരിപൂർണമായിട്ട് നിറവേറ്റണേ, എൻ്റെ ഉള്ളിലും എന്നിലൂടെയും പരിപൂർണമായിട്ട് നിറവേറ്റണേ. അതിന് തടസ്സമായിട്ട് എൻ്റെ സ്വന്തം ഹിതം, സ്വന്തം ഇഷ്ടം കർത്താവെ അതിന് അവിടുത്തെ കരങ്ങളെ വിലക്കുന്നതായിട്ട് മാറിത്തീരരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ നമുക്ക് ആ ക്രിസ്തുവിൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവാണ് എൻ്റെ ബലം. അതുകൊണ്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ഗീതം ഞാൻ പാടും. എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ അഖിലമെല്ലാം തീർക്കുന്നത് എൻ്റെ കർത്താവാണ്. ഞാൻ ആ കർത്താവിനെ നോക്കി പാർത്തിടും. കാലത്തും ആശ്രയം വെച്ചിടുവാൻ അവിടുന്നാണ് സങ്കേതമായിട്ടുള്ളത്. പെറ്റതള്ള കുഞ്ഞിനെ മറന്നാലും മറക്കാത്തൊരു കർത്താവ്, തിരുക്കരത്താൽ വലിയ കടലിൻ്റെ ജലമൊക്കെ സ്വന്തം കരുത്തിൽ അടക്കുന്ന ആ വലിയ കരുത്തുള്ള ആ ഒരു കർത്താവ് തന്നെ ഇടയനെ പോലെ വളരെ സോഫ്റ്റായിട്ട് എന്നോട് കരുതുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ആശ്ചര്യം. ഉള്ളം കലങ്ങുന്ന നേരത്ത് 4-ാമത്തെ സ്റ്റാൻസിൽ അത് നമ്മൾ പാടുന്നത്, പ്രിയനെൻ്റെ തൻ്റെ വാഗ്ദത്തമൊക്കെ ഉറപ്പിച്ച് എന്നെ ഉണർത്തുന്നു. ഉള്ളം കരുത്തിൽ അവിടെ തന്നെ വരച്ച ഉർവിക്ക് അധീശനായിട്ടുള്ള, ഭൂമിക്ക് അധിപനായിട്ടുള്ള അവിടുന്നാണ് എൻ്റെ ആശ്വാസം. മനുഷ്യരെല്ലാം മഹിതലത്തിൽ, ഈ ഭൂമിയുടെ തലത്തിൽ നിന്നെല്ലാം ഈ ജ്വലയ്ക്കായിട്ട് ഇരയായിട്ട് മാറിയാൽ പോലും അവിടുത്തെ വാഗ്ദത്തങ്ങൾക്കൊന്നും മാറ്റം വരുത്തില്ല. അവിടുത്തെ വരവിൽ നാളെ ആസന്നമായില്ല. കർത്താവാണ് എൻ്റെ ബലം. കർത്താവെ, ഞാൻ ആ യാക്കോബ് വടിയിന്മേൽ ചാരി കർത്താവിനെ ആരാധിച്ചതുപോലെ കർത്താവെ ആ മരുഭൂമിയിലെ മണവാളിൻ്റെ മാറിൽ ചാരി, അവൾക്ക് സ്വയത്തിലൊരു ബലമില്ല, അവൾ മണവാളിൻ്റെ മേൽ ചാരി വരുന്ന സിയോൻ സഞ്ചാരി, ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു. അതെ, ആ കർത്താവിൽ ചാരാതെ കർത്താവ് എനിക്ക് സ്വയത്തിലൊരു ബലമില്ല, ഞാൻ എന്നെ ഇനിയും കർത്താവെ പൂർണ്ണമായിട്ടും എന്നെ എൻ്റെ ആ ജഡത്തിൽ, എൻ്റെ സ്വയത്തിൽ അവിടുന്ന് എന്നെ അധികമായിട്ട് ബലഹീനനാക്കിക്കൊണ്ടേയിരിക്കണമേ. അതിൽ ഞാൻ പ്രശംസിക്കുന്നു. അതിലാണ് എൻ്റെ ശക്തി. അവിടുത്തെ ശക്തി എന്നിൽ ആവസിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് എന്നെ ബലഹീനനാക്കി എന്നെ അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കണമെന്നുള്ള ആ ഒരു തേങ്ങലോടെ കർത്താവിൽ ചാരിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് പാടാം. എൻ്റെ ബലമായ കർത്തന് ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. ഏറ്റമുറപ്പുള്ള
മാണിനിക്കൻ പ്രിയൻ ചാരിടും ഞാനവനിൽ. ഏറ്റമുറപ്പുള്ള മറവിട മാണിനിക്കൻ പ്രിയൻ ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റതല്ലാത കുഞ്ഞിനെ മറന്നിടലും കാലം മാറ്റം ഭവിക്കാത്തവൻ. പെറ്റതല്ലാത കുഞ്ഞിനെ മറന്നിടലും കാലം മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാനുലകിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാനുലകിൽ. തിരുകരത്തിൽ വൻസാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തേടും യാഹവൻ താൻ. തിരുകരത്തിൽ വൻസാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തേടും യാഹവൻ താൻ. ഒരു ഇടയനെ പോലെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്ക വീസണ്ട എന്നോടെ ആശ്വാസകൻ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്ക വീസണ്ട എന്നോടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാനുലകിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാനുലകിൽ. മാറും
മഹിതലമതു തീർക്കായി മാറുകയും മാറും മനുജരെല്ലാം മഹിതലമതു തീർക്കായി മാറുകയും തിരുവാഗ്ദത്തങ്ങൾക്കേതു മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി തിരുവാഗ്ദത്തങ്ങൾക്കേതു മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയിൽ എന്റെ അല്ലലതിരവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാനുലകിൽ എന്റെ അല്ലലതിരവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാനുലകിൽ. അതെ കർത്താവേ, അവിടുന്നാണ് എൻ്റെ ബലം, അവിടുന്നാണ് എൻ്റെ ശരണവും ഉറപ്പുള്ള കോട്ടയും സങ്കേതമൊക്കെ ആയിട്ട് ഏറ്റവും ഉറപ്പുള്ള മറവിടമായിട്ട് കർത്താവേ ആ പ്രിയത്തിൽ തന്നെ ഞാൻ ചാരിയിടും. എൻ്റെ സ്വയബലത്തിൽ ചാരാതെ കർത്താവെ അങ്ങയിൽ ചാരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഒരു ദിവസവും കൂടുതൽ കൂടുതൽ ബലഹീനരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വയത്തിൽ ഞങ്ങളുടെ ജഡത്തിൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ നോക്കണമേ. അതിന് കർത്താവെ അങ്ങേ അവിടുത്തെ കരത്തെ തടുക്കുന്ന ഞങ്ങളുടെ ആ സ്വയത്തിൻ്റെ ആ കരങ്ങളെയൊക്കെ കർത്താവെ അതിനെയൊക്കെ താഴ്ത്തി വെക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കുശലത്തിലേക്ക് കടമുള്ള പോലെ അവിടുന്ന് അനുവദിക്കുന്ന പല സാഹചര്യങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ കഷ്ടങ്ങളോ അപകടങ്ങളോ കർത്താവെ ഞെരുക്കങ്ങളോ സാമ്പത്തിക ഞെരുക്കങ്ങളോ ജോലിയിലുള്ള വർക്ക് പ്രഷറോ ജോലിയുടെ സമ്മർദ്ദവും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വീട്ടിലെ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുടെ സമ്മർദ്ദങ്ങൾ ജോലിയിലുള്ള സമ്മർദ്ദങ്ങൾ പലരിൽ നിന്നുള്ള ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നൊക്കെയുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും കർത്താവെ ബാക്കി മനുഷ്യർക്ക് ഒരുപക്ഷെ മനസ്സിലാവാൻ പ്രയാസമുള്ള പല കാര്യങ്ങളുമൊക്കെ എന്നാൽ അവിടുന്ന് കർത്താവെ അതെല്ലാം അളവ് തൂക്കി നമുക്ക് കഴിയുന്നതിന് മേലൊന്നും അനുവദിക്കുമ്പോൾ അത് കർത്താവെ അവിടുത്തെ ആ പലവുള്ള കാര്യത്തിൻ്റെ കീഴിൽ അങ്ങ് താണിരിപ്പാൻ അതേ കർത്താവെ അവിടുന്ന് അപ്പോൾ എടുത്ത് വാഴ്ത്തി മുറുക്കി 5 2 മീനേ ഉള്ളായിരുന്നു എന്നാൽ അത് 5000-ലേറെ തീർത്തത് അത് സുഭിക്ഷമായിട്ട് 12 കൂട്ടയും എക്സ്ട്രാ എടുക്കാൻ തക്കവണ്ണം അത് സുഭിക്ഷമായിട്ടായിത്തീർന്നതുപോലെ ഞങ്ങളുടെ ഈ ചെറിയ ജീവിതം ആ ബാലൻ തൻ്റെ കൈക്കുള്ളതെല്ലാം അങ്ങേക്ക് സമർപ്പിച്ചതുപോലെ ഞങ്ങളെ തന്നെയും തരുന്നു നിൽക്കാനേ അവിടുന്ന് വാഴ്ത്തി മുറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ ദേശത്തിൻ്റെ ഇടയിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ എല്ലാം അവിടത്തേക്ക് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം പദ്ധതികളുണ്ടോ അതെല്ലാം നിറവേറ്റുവാൻ തക്കവണ്ണം കർത്താവെ അച്ഛത്തിൽ വെളുപ്പാക്കുന്ന കത്തി കർത്താവെ ഞങ്ങളിൽ ഒരു പ്രവൃത്തി ചെയ്യട്ടെ. അങ്ങനെ കർത്താവെ ആ കത്തിക്കിരയായിട്ട് ജ്വാലയുള്ള വാളിനിരയായിട്ട് ഞങ്ങൾ അതിവിശുദ്ധ സ്ഥലത്ത് അങ്ങയിൽ വസിക്കുവാൻ തക്കവണ്ണം ശുദ്ധിയോടെ കർത്താവെ ആ ശുദ്ധി വെളുപ്പാക്കുന്ന വാളിനാൽ ശുദ്ധരായിത്തീർന്ന് കർത്താവെ അതിവിശുദ്ധ സ്ഥലത്ത് അവിടുത്തെ മറുപടി ചാരി വിശ്രമിക്കുവാൻ തക്കവണ്ണം സോ ദാറ്റ് അങ്ങക്ക് ഞങ്ങളിൽ വസിക്കുവാൻ തക്കവണ്ണം അങ്ങക്ക് ഞങ്ങളിൽ വസിച്ച ഫലം കായ്ക്കുവാൻ തക്കവണ്ണം അതെ കർത്താവെ അങ്ങ് കാണിച്ച ആ പാതയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ട ഒരു കർത്താവ് അതിന് അവിടത്തേക്ക് ലഗീൻ സൈന്യങ്ങളെയൊക്കെ 12 ലഗീൻ സൈന്യങ്ങളെയൊക്കെ നിഷ്പ്രയാസം വിളിച്ചു വരുത്താമായിരുന്നു. എന്നാൽ കർത്താവ് ബലഹീനതയുടെ പാത ചൂസ് ചെയ്യുന്നു. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അതാണ് അതിലേക്ക് ഞാൻ എൻ്റെ ഇഷ്ടത്തെ കീഴ്പ്പെടുത്തുന്നു എന്ന് പറഞ്ഞ കർത്താവ് അമർഭൂമി മലയിൽ പത്രോസ് പല കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ അപ്പോൾ പിതാവിൻ്റെ ശബ്ദം കേൾപ്പിച്ചു ഒരു മേഘമൊന്ന് മൂടി പിതാവിൻ്റെ ശബ്ദം കേൾപ്പിച്ചു എൻ്റെ പ്രിയപ്രതികളെ ശ്രദ്ധിക്കുക. അത് എന്ത് പറയണമെന്ന് അറിയാതെ അവിടുന്ന് ആ ഗിരിജാരനായ സഹോദരിയെ കല്ലറിയാൻ പോകുമ്പോൾ നിലത്തിരുന്ന് എഴുതി എന്ത് പറയണമെന്ന് അറിയാതെ പിതാവിൻ്റെ ശബ്ദത്തിനായിട്ട് കാതോർത്തതുപോലെ എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിതാവിൽ നിന്ന് കേട്ട് പിതാവ് ചെയ്ത് കാണിച്ചതുപോലെ അതുപോലെ എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവർ പുത്രൻ്റെ ബലഹീനതയ്ക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു.
ഇത് ലോകത്തിന്റെ കണ്ണിലൊരു ഘോഷത്തരമാണ്. എന്ന ദൈവത്തിന്റെ ശക്തി ആ ബലഹീനതയിലാണല്ലോ. പ്രസംഗത്തിന്റെ ഘോഷത്ത നിമിത്തം മറ്റുള്ളവരെ രക്ഷിക്കുന്ന ആ കർത്താവിന്റെ ശക്തി. അതേ കർത്താവ്, നന്ദി കർത്താവ്. ഇത് എത്ര വൈചിത്ര്യമുള്ള പാരഡോക്സിക്കലായിട്ടുള്ള കാര്യങ്ങളെന്നാണ് ബലഹീനതയിൽ തിരിഞ്ഞു വരുന്ന ശക്തി. അത് ഞങ്ങൾക്ക് അനുഭവമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജഡം ബലഹീനമാകുന്നു, നിങ്ങളുടെ ആത്മാവ് അധികം ശക്തി പ്രാപിക്കപ്പെട്ടു. കർത്താവ്, ഞങ്ങളുടെ സമ്പത്തിലോ ഞങ്ങളുടെ ജ്ഞാനത്തിലോ അറിവിലോ ഞങ്ങളുടെ ഇതിനായിട്ടുള്ള ഒന്നിലും കർത്താവ് ഒരു പ്രശംസ വരാതെ ക്രൂസിൽ മാത്രം പ്രശംസിക്കുവാൻ, അത് അവിടെയാണ് എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. അവിടെ ഞാനും ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ ലോകത്തിന് ഞാൻ ക്രൂശിക്കപ്പെടുന്നു, ലോകം എനിക്ക് ക്രൂശിക്കപ്പെടുന്നു. ആ ക്രൂശ്, ആ മരണത്തിൻ്റെ പാത, അവിടെയാണ് ജീവിത സമൃദ്ധി. അതേ കർത്താവ്, ശിശുക്കൾക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു പാത, ഞാൻ ഞങ്ങൾക്ക് ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു പാത. നന്ദി കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനർത്ഥമാക്കി തീർക്കണം. ഞങ്ങൾക്ക് ഒരു വെളിപ്പാടായിട്ട് ആക്കി തരണം കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ആ ഒരു സീറോ പൊസിഷനിൽ വട്ടപൂജമായിട്ട് അവർക്ക് മുമ്പാകെ താഴ്മയോടായിരിക്കാം. അങ്ങനെ അങ്ങേ നിരന്തരം വസിക്കുവാൻ, അങ്ങേക്ക് ഞങ്ങൾ വസിക്കുവാനൊക്കെ വേണം. ഇപ്പോഴും അവർക്ക് മുമ്പാകെ ഒരു സീറോ ആയിരിക്കും. ഞങ്ങളെ സഹായിക്കണമേ. അതേ കർത്താവ്, ഞങ്ങളെ ബലഹീനരാക്കണമേ. ഞങ്ങളിൽ ഇവിടെയുള്ള ബലം കർത്താവെ അവിടുന്ന് കാണുമ്പോൾ അവിടെല്ലാം അവിടുന്ന് ചെത്തി കൊടുക്കാക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടത്തേക്ക് അതിനൊരു തടസ്സമായിട്ട് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്തിലാണോ കർത്താവെ ബലമുള്ളത് അവിടെല്ലാം, ഈ കൊമ്പിന്റെ ചില്ലികളിൽ എവിടൊക്കെയാണോ ഇനിയും കർത്താവെ അധികം ഫലം കായ്ക്കേണ്ടതായിട്ടുള്ളത് അവിടെല്ലാം ഒന്ന് ചെത്തിയായിട്ട് കർത്താവെ ഞങ്ങൾ കീഴ്പ്പെട്ടു തരുന്നു. നന്ദി കർത്താവെ, നന്ദി യേശുവേ, അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടുന്നത് സുഖിക്കുന്നില്ല യേശു കർത്താവിന്റെ വലിയൊരു മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.